ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരായനം എന്ന നോവലിൻ്റെ 3-ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം. എൻ്റെ മകൻ്റെ മുന്നിൽ ഒരു അഭ്യർത്ഥന വെച്ചിട്ട് അവനത് അംഗീകരിച്ചില്ലെങ്കിൽ എനിക്കത് അഭിമാനക്ഷതമാണ്, ജയദേവൻ പറഞ്ഞു. നീ അഭ്യർത്ഥിക്കാനൊന്നും പോകണ്ട, കർക്കശമായിട്ട് പറഞ്ഞാൽ മതി. നിർത്തടാ ഇവിടെ നിന്ന്, എന്നെ ഒരു ഇഞ്ച് മുന്നോട്ട് വെക്കരുതെന്ന്. ആ കാലം പ്രായമൊക്കെ പോയി ബാലമാമേ, ജയദേവൻ പറഞ്ഞു. എന്താ സന്ദീപേ, നിനക്ക് നിൻ്റെ അച്ഛനൊരു കാര്യം ആവശ്യപ്പെട്ട് അനുസരിക്കാൻ പറ്റില്ലേ? ന്യായമാണെങ്കിൽ അനുസരിക്കും, അന്യായമാണെങ്കിൽ പറ്റില്ല. നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നീ ആരെയൊക്കെയാണ് ശത്രുക്കളാക്കുന്നതെന്ന്. നിനക്ക് ഞങ്ങളോട് ജയിക്കാൻ പറ്റുമോ? നിൻ്റെ 10 ഇരട്ടി ആൾബലമുണ്ട് ഞങ്ങൾക്ക്. സാമ്പത്തികം നോക്കിയാൽ നീ വെറും കച്ചിത്തുരുമ്പാ ഞങ്ങളുടെ മുമ്പിൽ. തോൽക്കുമെന്ന് പേടിച്ചിട്ടോ ജയിക്കാൻ അറിയാനിട്ടോ അല്ല നിൻ്റെ മുമ്പിൽ വന്ന് സഹായം ചോദിക്കുന്നത്. മാനക്കേട് ഓർത്തിട്ട അത് മാത്രമാണ്. കുടുംബക്കാരെയാണ് നീ വെല്ലുവിളിക്കുന്നതെന്ന് ഓർമ്മണം. ബാലമാമേ, എനിക്ക് ആൾബലമൊന്നുമില്ല, ഞാൻ ആരെയും വെല്ലുവിളിക്കുന്നുമില്ല. പണ്ട് കുരുക്ഷേത്ര യുദ്ധം നടന്നത് ബന്ധുക്കൾ തമ്മിലായിരുന്നു. ആൾബലം കൗരവർക്കായിരുന്നിട്ടും ശ്രീകൃഷ്ണൻ നിന്നത് പാണ്ഡവരുടെ കൂടെയാണ്. ഒടുവിൽ സത്യമേ ജയിക്കുമെന്ന് കൃഷ്ണൻ അറിയായിരുന്നു, എങ്ങനെ ജയിപ്പിക്കണമെന്ന്. ആദ്യം അല്പം ചാഞ്ചാട്ടമുണ്ടായെങ്കിലും ഒടുവിൽ സന്ദീപ് തൻ്റെ നിലപാടിലേക്ക് തിരിച്ചു വന്നു. അപ്പം നിനക്ക് മാളുവിൻ്റെ വിവരം അറിയല്ലേ വേണ്ടത്. ചന്ദ്രബാബുവിൻ്റെ കുടുംബക്കാരെ രക്ഷപ്പെടുത്താനൊന്നും നിനക്ക് ഉദ്ദേശമില്ല. ഞങ്ങളെ ദ്രോഹിക്കണം, ഒരൊറ്റ ചിന്തയുള്ളൂ. എനിക്ക് നിങ്ങൾ ആരെയും വിശ്വാസമല്ല ബാലമാമേ. ക്രിമിനൽസിൻ്റെ മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കെല്ലാം. എന്ത് ചെയ്യാനും മടിയില്ലാത്തവരെ എങ്ങനെ വിശ്വസിക്കും? കൊലപാതകം ചെയ്തെന്ന് സമ്മതിച്ചല്ലോ. ആര് സമ്മതിച്ചു? ബാലകൃഷ്ണ മേനോൻ കയർത്തു. ചന്ദ്രബാബു ജീവനോടെ ഇല്ലെന്ന് സമ്മതിച്ചില്ലേ? ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും കാണുമായിരുന്നില്ലേ എന്നൊരു ഊഹം പറഞ്ഞതാ. പിന്നെ മാളുവിനെ പറ്റി പറഞ്ഞത് നീ കൊത്തുവെന്നറിയാൻ വേണ്ടി ഒരു ചൂണ്ടയിട്ട് തന്നതാ. മാളു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ എവിടെയാണെന്നും നിശ്ചയമില്ല. ബാലകൃഷ്ണ മേനോൻ മുന്നോട്ട് വന്ന അത്രയും തന്നെ തിരിച്ചുപോയി പൂർവ്വസ്ഥാനത്ത് നിലയുറപ്പിച്ചു. സന്ദീപിന് കാര്യം മനസ്സിലായി. ശരി ബാലമാമേ, ഞാനത് വിശ്വസിച്ചിരുന്നെങ്കിലോ? ഇപ്പം ഞാൻ വെടിയാകത്തില്ലായിരുന്നോ? എന്തായാലും തുറന്നു പറഞ്ഞത് നന്നായി. സന്ദീപ് എഴുന്നേറ്റു. അവിടെ ഇരിക്കി, നമ്മൾ സംസാരിച്ച് തീർന്നിട്ടില്ല. വെറുതെ എന്തിനാ ബാലമാമ, എനിക്കും നിങ്ങളുടെ പക്ഷത്തോട്ട് വരാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. എഴുതിയ റിപ്പോർട്ടൊന്നും മാറ്റി എഴുതാനും വയ്യ. അങ്ങനെ ചെയ്താൽ എനിക്ക് എന്നോട് തന്നെ അവജ്ഞ തോന്നിപ്പോവും. എനിക്കൊരു ആത്മാഭിമാനമുണ്ട്, അത് കൈവിട്ട് ഞാനൊന്നിനും കൂട്ടു നിൽക്കില്ല. ഇരിക്കാൻ കൂട്ടാക്കാതെ സന്ദീപ് പറഞ്ഞു. നീ അങ്ങനൊന്നും തീർത്ത് പറയണ്ട. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കാം. നിനക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അത്രയല്ലേ വേണ്ടു. അത് ഞങ്ങൾ കുടുംബക്കാരെല്ലാം ചേർന്ന് ഗംഭീരമായിട്ട് അങ്ങ് നടത്തി തരും. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. നിങ്ങളിരുന്ന് സംസാരിക്കും, എനിക്ക് 1-2 ഫോൺ കോൾ ചെയ്യാനുണ്ട്. സന്ദീപ് രംഗം വിട്ടു. ബാലകൃഷ്ണ മേനോൻ ജയദേവനെ ദേഷ്യത്തിൽ നോക്കി. ഇയാളാ എല്ലാത്തിനും കാരണം. ജാതകത്തിന് നിർബന്ധം പിടിക്കാതെ ഇയാൾക്ക് ആ കല്യാണം നടത്തി കൊടുത്താൽ മതിയായിരുന്നല്ലോ. വലിയ ജഡ്ജിയാ, പക്ഷെ സാമാന്യ ബോധം പോലുമില്ല. ജയദേവൻ തൻ്റെ സ്വതസിദ്ധമായ അവഗണിക്കൽ പുഞ്ചിരിയിൽ ഇരുന്നു കൊടുത്തു. നാളത്തെ റിപ്പോർട്ട് നമുക്ക് കുഴപ്പമില്ലെന്നാവും പറഞ്ഞത്. മറ്റന്നാൾ വരുന്നതിൽ മാറ്റം വരുത്തണം. ബാസേട്ടിന് ക്ഷീണാത്. കേസ് വന്നാൽ ബാസേട്ടിനും ഫാമിലിയും കോടതി കയറണം. മനസ്സിലായ? ബാലകൃഷ്ണ മേനോൻ ജയദേവനെ ഓർമ്മപ്പെടുത്തി. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നൊരു പ്രമാണമുണ്ട് ബാലമാമേ. അതങ്ങനെ വെറുതെ കടന്നു പോവില്ല. ജയദേവൻ ഒന്നിനും ഇടപെടാനില്ല എന്ന മട്ടിൽ പറഞ്ഞു നിർത്തി. ഉപ്പ് തിന്നുന്നത് തൻ്റെ മകനാ. താൻ അവനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ അവൻ വെള്ളം കുടിച്ചു പോകും. ബാലകൃഷ്ണ മേനോൻ ശുഭിതനായി എഴുന്നേറ്റു. ജഗന്നാഥക്കുറുപ്പ് അരീന്ദ്രനെ നോക്കി. പോകാമെന്ന് അരീന്ദ്രൻ ആംഗ്യം കട്ടി. മറ്റെന്തും ഞാൻ സഹിക്കും, പക്ഷേ സ്വന്തം കുടുംബത്തിന് ദ്രോഹം ചെയ്യുന്നത് ക്ഷമിക്കില്ല. ബാലമ്മാമ കൂടെ സ്വന്തം കുടുംബം എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങളാരും തല്ലാറ്റുപടിക്കൽ തറവാട്ടുകാരല്ല. എൻ്റെ കുടുംബം കൈതമനം മേവിള വലിയ വീട്ടിലാണ്. ജയദേവൻ നമ്പ്യാർ ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ പറഞ്ഞു. ബാലകൃഷ്ണ മേനോൻ ഹരീന്ദ്രൻ്റെയും ജഗന്നാഥക്കുറുപ്പിൻ്റെയും നേർക്ക് തീർത്തും പുച്ഛത്തോടെ.
പോകാം എന്നൊരാംഗ്യം കെട്ടിയിട്ട് സ്റ്റെയർ കേസ് നേർക്ക് നടന്നു. ജഗന്നാഥക്കുറിപ്പും മകനും അയാൾ അനുഗമിച്ചു. ജയദേവൻ നമ്പ്യാർ എഴുന്നേറ്റ് അവർ പോകുന്നത് നോക്കിക്കൊണ്ടു നിന്നു. മുമ്പായിരുന്നെങ്കിൽ അയാൾ താഴെ ഇറങ്ങിച്ചെന്ന് അവരെ യാത്രയാക്കുമായിരുന്നു. ഇപ്രാവശ്യം അത്തരമൊരു ഉൾപ്രേരണ ഉണ്ടായെങ്കിലും അത് മനസ്സിൽ തന്നെ അമർത്തിപ്പിടിച്ചു. മണിമലയിൽ നിന്നും വന്ന കാറ് മുറ്റത്ത് റിവേഴ്സ് എടുത്ത് തിരിയുന്നതും കാറിൽ കയറുന്നതിന് മുമ്പ് മേനോനും കുറുപ്പും ബാൽക്കണിയിലേക്ക് നോക്കുന്നതും ജയദേവൻ നമ്പ്യാർ മുകളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. കടുത്ത പിണക്കത്തോടെ അവർ കാറിൽ കയറി. കാറ് ഗേറ്റ് കടന്നുപോയി. രാജശ്രീ കോണിപ്പടി കയറി വന്നു. പിണങ്ങിയാണോ പോയത്? അതെ, ജയദേവൻ പറഞ്ഞു. പോവാണോ എന്ന് ചോദിച്ചിട്ട് ബാലമാമ എൻ്റെ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്തില്ല. ഇനിയിപ്പം അവർ നമ്മുടെ ശത്രുക്കളാ. സന്തുവിനോട് സംസാരിച്ചിട്ട് അവൻ പിന്നോട്ടില്ല. കുടത്തിന്ന് ഭൂതത്തെ തുറന്നു വിട്ടു കഴിഞ്ഞു. ഇനി അവൻ നോക്കിയാലും പിടിച്ചു കെട്ടാൻ പറ്റില്ല. ബാലമാമ എന്താ പറയുന്നത്? അവരാ ചെക്കനെ കൊന്നുകളഞ്ഞു. അതിൽ യാതൊരു സംശയമില്ല. മാളുവിനെ എന്ത് ചെയ്തെന്ന് തെളിച്ചു പറയുന്നില്ല. അവൾ ജീവനോടെ ഉണ്ടോ എന്നൊരു സംശയം ബാക്കി കിടപ്പുണ്ട്. ഇനിയിപ്പം നിലനിൽപ്പിന് വേണ്ടി അവരവളെ ഇല്ലാതാക്കുമോ എന്നും അറിയില്ല. ഒന്നും വേണ്ടായിരുന്നു അല്ലേ? അന്ന് അവനെ ആവശ്യപ്പെട്ടപ്പോൾ ജാതകം ചോദിക്കാതെ കല്യാണം നടത്തി കൊടുത്തിരുന്നെങ്കിൽ? അതല്ല, ഇത് തന്നെയാ ശരി. ഇതൊന്നും ആരുടെയും പിടിപ്പുകേട് കൊണ്ട് ഒന്നുകൂടുന്നതല്ല. ഇതിങ്ങനെ തന്നെ വേണമെന്ന് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന നമുക്ക് തിരുത്താൻ പറ്റില്ല. ജയദേവൻ നമ്പ്യാർ സുനിശ്ചിതമായി പറഞ്ഞു. സന്തുവിനെ ഓർത്താൻ എനിക്ക് പേടി. അവൻ ഒറ്റയ്ക്കല്ലേ? അവനോട് സൂക്ഷിക്കാൻ പറയണം, പ്രത്യേകിച്ച് കാറിൽ പോകുമ്പോൾ. ഒരു മജിസ്ട്രേറ്റിൻ്റെയും പത്രപ്രവർത്തൻ്റെയും വീടാണെന്ന് ഓർക്കാതെയാണോ അവരുടെ ഭീഷണി? മജിസ്ട്രേറ്റൊക്കെ കോടതിയിലല്ലേ? അല്ലാത്തപ്പോൾ ഞാൻ വെറും മനുഷ്യനാണെന്ന് അവർക്കറിയാം. പിന്നെ പണത്തിൻ്റെ അഹങ്കാരം. എത്ര സമാധാനത്തോടെ കഴിഞ്ഞതാ. രാജശ്രീ ആരോടൊന്നില്ലാതെ വിലപിച്ചു. സന്ദർശകർ ഉണ്ടെന്ന് വാർഡൻ വന്ന് പറഞ്ഞപ്പോൾ തന്നെ അനീബാബു ഊഹിച്ചു അത് സന്ദീപായിരിക്കുമെന്ന്. അഴി തുറന്ന് വാർഡൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയി. ഇരുന്ന് സംസാരിക്കാൻ 2 ബെഞ്ചുകളിട്ടിരുന്ന ചെറിയ മുറിയായിരുന്നു അത്. അവിടെ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. അവിടെ സന്ദീപ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും അനീബാബുവിൻ്റെ മുഖം പ്രസന്നമായി. ഇവിടെ എങ്ങനെയുണ്ട്? സന്ദീപ് തിരക്കി. ഒരു കുഴപ്പമില്ല, അനീബാബു പറഞ്ഞു. നാളെ വേണമെങ്കിൽ ജാമ്യം എടുക്കാം. പക്ഷെ ഒരാഴ്ച കിടക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? മുണ്ടക്കയത്തുനിന്ന് പോലീസ് പിടികൂടിയ കൊട്ടേഷൻ സംഘത്തിൽ കൂട്ടിക്കൽ സുഖു എന്നൊരുത്തനുണ്ട്. ഞാൻ ആ പേര് കേട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ. അന്ന് പൊൻകുന്നം മണിമല ചിറക്കടവൊക്കെ ആയിരുന്നു അവൻ്റെ ഏരിയ. കൂട്ടിക്കൽ സുഖു. എന്താ അവൻ്റെ സ്പെഷ്യൽ ഐറ്റം? സന്ദീപ് ചോദിച്ചു. കൊട്ടേഷൻ തന്നെ. പണ്ട് കൂലിത്തല്ലെന്ന് പറയുന്ന സംഗതി. മുതലാളിമാർ റിസ്ക്കുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാവലിന് കൂട്ടിക്കൊണ്ടുപോകും. ആളെ കണ്ടോ? കണ്ടു. പക്ഷെ സെല്ല് വേറെയാ. എങ്ങനെ കണ്ടിട്ട്? ഒരു 50-ൻ്റെ പ്രായം വരും. കുറച്ച് ഉടഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒറ്റ നോട്ടത്തിലറിയാം പക്ക ക്രിമിനല്ല. വേറെ ആരെയും പരിചയപ്പെട്ടില്ലേ? സന്ദീപ് തിരക്കി. പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. എൻ്റെ സെല്ലിൽ 4 പേരുണ്ട്. ഞാൻ കുറേ കഥയൊക്കെ പറയും. തടി വെട്ടാൻ പോയതും മതി കെട്ടാൻ പോയി കഞ്ചാവ് കൃഷി ചെയ്തതും. ഇപ്പോൾ ചിലരൊക്കെ അവരുടെ വീരസാഹസങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും വിട്ടുകളയരുത്. പിന്നെ ഇതിനകത്ത് തന്നെ ഹേമേന്ദ്രൻ്റെ ആൾക്കാർ കലിപ്പ് തീർക്കാൻ ശ്രമിച്ചെന്ന് വരും. അതും സൂക്ഷിച്ചോണം. അയാൾക്ക് എല്ലായിടത്തും പിടിപാടുണ്ട്. ഞാൻ നോക്കിക്കോളാം. അനീബാബു തലയാട്ടി സമ്മതിച്ചു. വേറെ ഉപദ്രവമൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. ആ ഇടി കുറച്ച് കടുത്തുപോയി. അയാൾ ചത്തുപോയിരുന്നെങ്കിലോ? ഞാനും അത്രയും ഉദ്ദേശിച്ചില്ല. മനപ്രയാസമൊന്നുമില്ലല്ലോ ഇതിനകത്ത് കിടക്കേണ്ടി വന്നില്ല. തീരെയില്ല. മറിച്ച് സന്തോഷമാണ്. അവനിട്ട് നല്ലൊരു ഇടി കൊടുക്കാൻ പറ്റിയല്ലോ. ഞാനിത് എത്ര കിടന്നിരിക്കുന്നു സാറേ. ഇനി എത്ര കിടക്കാനിരിക്കുന്നു? അനീബാബു ചിരിച്ചു. കണിശതയുള്ള ചിരി. സന്ദീപ് സംഭാഷണം അവസാനിപ്പിച്ച് എഴുന്നേറ്റു. ലാപ്ടോപ്പ് മടക്കി ഗൂഗിളിൽ ചില ചിത്രങ്ങൾ തിരഞ്ഞു മുറിയിൽ ബെഡിലിരിക്കുകയായിരുന്നു അല്ലിമ. ശ്രീലക്ഷ്മി വാതിക്കലെത്തി അവളെ നോക്കി. അല്ലിമ അത് കണ്ടില്ല. മോളെ, ശ്രീലക്ഷ്മി വിളിച്ചപ്പോൾ അവൾ അങ്ങോട്ട് നോക്കാതെ തന്നെ വിളി കേട്ടു. അമ്മേ, പറഞ്ഞോ. ബിസിയാണോ നീ? അല്ല. അല്ലിമ ലാപ്ടോപ്പിൽ നിന്ന് മുഖമുയർത്തി. അമ്മയുടെ നിൽപ്പ് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി സംഗതി കുറച്ച് ഗൗരവമുള്ളതാണെന്ന്. അമ്മ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് മിനിറ്റുകൾ കഴിഞ്ഞു വന്നു. ലാപ്ടോപ്പ് എടുത്ത് കിടക്കയിലേക്ക് വെച്ച് അവൾ എഴുന്നേറ്റു. അച്ഛൻ വിളിക്കുന്നു. എന്താ അമ്മേ?
സന്ദീപിൻ്റെ ഇന്നത്തെ ആർട്ടിക്കിൾ നീ വായിച്ചില്ലേ? അതിനെന്താ? അതേക്കുറിച്ച് എന്തോ പറയാനാ. അല്ലിമ ശ്രീലക്ഷ്മിയുടെ പിന്നാലെ നടന്നു. രാജഗോപാൽ മാറത്ത് കൈകെട്ടി ചിന്താധീനനായി മുറിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അല്ലിമയും ശ്രീലക്ഷ്മിയും അകത്ത് കടന്നു. വാതിലടക്കാൻ രാജഗോപാൽ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി. ശ്രീലക്ഷ്മി വാതിലടച്ചു. ഇന്ന് നിന്നെപ്പറ്റിയും ഞങ്ങളെപ്പറ്റിയുമാണ് സന്ദീപ് എഴുതിയിരിക്കുന്നത്. പേരൊന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. രാജഗോപാൽ അല്ലിമയോട് പറഞ്ഞു. ഞാൻ വായിച്ചു. നാളെ വരാൻ പോകുന്ന ആർട്ടിക്കിളിൽ എല്ലാം വെളിപ്പെടുത്തും. സന്തോഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ലേ? നാളെ എല്ലാവരും വിവരം അറിയും. നീ ആരാണെന്നും ഞങ്ങൾ ആരാണെന്നും. നമ്മളെ ഇതുവരെ അറിയാത്തവർക്കെല്ലാം അതൊരു ഞെട്ടലായിരിക്കും. അതും സന്തോഷം സൂചിപ്പിച്ചിരുന്നു. അല്ലിമ പറഞ്ഞു. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, ബിന്ദുവിനോടും വിശാഖനോടും നമ്മൾ എന്തു പറയും? നാളത്തെ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് വേണോ അവരെല്ലാം അറിയാൻ? അച്ഛൻ തന്നെ അവരോട് പറയുന്നതാണ് നല്ലത്. അല്ലിമ അഭിപ്രായപ്പെട്ടു. അത് ഈസിയാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അല്ല, എനിക്കറിയാം. പക്ഷെ പറയാതെ പറ്റില്ലല്ലോ. അവരെ വിളിക്കട്ടെ? ഞാൻ വിളിക്കാം. വേണ്ട, ലക്ഷ്മി പോയി വിളിക്കട്ടെ. അച്ഛൻ അവരോട് സംസാരിക്കുമ്പോൾ ഞാനില്ലാതിരിക്കുന്നതല്ലേ നല്ലത്. നീയും വേണം. ശ്രീലക്ഷ്മി മുറി വിട്ടുപോയി. അല്പസമയത്തിനുള്ളിൽ വിന്ദാരയും വിശാഖിനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് വന്നു. സന്ദീപിൻ്റെ ലേഖനം ന്യൂസ് പേപ്പറിൽ വന്നത് നിങ്ങൾ വായിച്ചോ? രാജഗോപാൽ അവരോട് ചോദിച്ചു. സന്ദീപേട്ടൻ എഴുതിയല്ലേ? ഞങ്ങൾ രാവിലെ തന്നെ വായിച്ചിരുന്നു, വിന്ദാര പറഞ്ഞു. ഇന്നലത്തെ ആർട്ടിക്കിളോ? അത് ഇന്നലെ തന്നെ വായിച്ചു. ഫാന്റാസ്റ്റിക് സ്റ്റോറി. വായിച്ചപ്പോൾ സങ്കടം വന്നു, വിന്ദാര പറഞ്ഞു. നീ എന്താ ഒന്നും പറയാത്തെ? വിശാഖനോട് ശ്രീലക്ഷ്മി ചോദിച്ചു. ഞാൻ ഇന്നത്തെയും വായിച്ചു. എന്ത് നൈസായിട്ടാണ് സന്ദീപേട്ടൻ എഴുതിയിരിക്കുന്നത്. നല്ല രസം വായിക്കാൻ. എന്താ ഇന്നത്തെ സ്റ്റോറി? പറ. ഇന്നലത്തെ സ്റ്റോറിയായിട്ട് ഒരു കണക്ഷനും ഇല്ലല്ലോ അച്ഛാ. വിന്ദാര ആവലത്തിൽപ്പെട്ടു. നീ മിണ്ടാതിരി, വിശാഖ് പറയട്ടെ, ശ്രീലക്ഷ്മി നിർദ്ദേശിച്ചു. അതായത് പോണ്ടിച്ചേരിയിൽ താമസിക്കുന്ന ഒരു കേരളൈറ്റ് ഫാമിലി. പോണ്ടിച്ചേരിയിൽ സൈക്ലോണും ഭയങ്കര ഫ്ലഡും. ഒരു ദിവസം മോർണിംഗിൽ ആ ഫാമിലിയുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ ഒരു ന്യൂബോൺ ബേബി കിടന്നുറങ്ങുന്നു. വെള്ളത്തിലൊഴുകി വന്നതാണോ ആരെങ്കിലും കൊണ്ടിട്ടതാണോ ഒന്നൊന്നും അറിയില്ല. നീ ചുരുക്കി പറഞ്ഞാൽ മതി, ഒരുപാട് ഡീറ്റെയിൽസ് വേണ്ട, രാജഗോപാൽ ഉപദേശിച്ചു. അങ്ങനെ ആ ഫാമിലി ആ കുട്ടീനെ അഡാപ്റ്റ് ചെയ്തു. അവരുടെ കുഞ്ഞിനെ പോലെ വളർത്തി. അവർക്ക് പിന്നീട് മക്കളുണ്ടായിരുന്നെങ്കിലും അഡോപ്റ്റ് ചെയ്ത കുഞ്ഞിനെ അവർ വിട്ടുകളഞ്ഞില്ല. അവരുടെ ഫസ്റ്റ് ചൈൽഡായിട്ട് തന്നെയായിരുന്നു ആ കുട്ടി വളർന്നത്. ആ കുട്ടിയുടെ അടുത്ത് പോലും അവർ പറഞ്ഞില്ല അഡോപ്റ്റ് ചെയ്തതാണെന്ന്. അവരാ കുട്ടിയെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊരു മാരേജ് പ്രപ്പോസൽ വന്നു. ആ സ്റ്റോറി അവിടെ നിർത്തിയിട്ട് സന്ദീപേട്ടൻ വേറെ സ്റ്റോറിയാണ് പറയുന്നത്. ചന്ദ്രബാബുവിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ബ്രദറിൻ്റെയും കഥ. ഇത് ഇന്നലത്തേതിൻ്റെ ബാക്കിയാണ്. അഡോപ്റ്റ് ചെയ്ത കുട്ടിയുടെ സ്റ്റോറിയും ഇതുമായിട്ട് എന്താ കണക്ഷൻ? വിശാഖ് ചോദിച്ചു. അതാണ് പറയാൻ പോകുന്നത്. രാജഗോപാൽ 2 നിമിഷം എടുത്തു. ആ കേരളൈറ്റ് ഫാമിലിയെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നി? അവർ ചെയ്തത് തെറ്റോ ശരിയോ? എന്ത് ചോദ്യാച്ചാ? അവർ നല്ല കാര്യമല്ലേ ചെയ്തത്? അവരാ കുട്ടിയെ ടേക്ക് ഓവർ ചെയ്തതും അവളെ സ്വന്തം മകളായിട്ട് വളർത്തിയതും അതിനോട് കാണിച്ച സ്നേഹവും ഒക്കെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണെന്നറിയും. എത്ര നല്ല പേരൻസ് അവർ. അവർക്ക് സ്വന്തം മക്കളുണ്ടായിട്ട് കൂടിയും അവർ മറ്റേ കുട്ടിയെ വിടാതെ കൂടെ നിർത്തിയില്ലേ? ദാറ്റ്സ് ഗ്രേറ്റ്. അത് നമ്മളെ വല്ലാതെ ടച്ച് ചെയ്യുന്നുണ്ട്. വിന്ദാരയുടെ ശബ്ദം വികാരനിർഭരമായിരുന്നു. കറക്റ്റ്. ഞങ്ങളുടെ അച്ഛനും അമ്മയായിരുന്നെങ്കിൽ എത്ര നന്നായി പോകും, അത്ര ഫീലാ. വിശാഖ് വിന്ദാരയെ അനുകൂലിച്ചു. രാജഗോപാൽ ശ്രീലക്ഷ്മിയെ നോക്കി. അവളുടെ കണ്ണിൽ നീർത്തിളക്കം കാണാമായിരുന്നു. ചുണ്ടുകൾ അമർത്തിപ്പിടിച്ചാണ് നിൽപ്പ്. ഞങ്ങളാണ് അങ്ങനെ ഒരു കുട്ടിയെ അഡാപ്റ്റ് ചെയ്തിരുന്നെങ്കിലോ? നിങ്ങൾക്കതിനെ കൂടപ്പുറപ്പായിട്ട് കാണാൻ പറ്റുമായിരുന്നോ? രാജഗോപാൽ മകനെയും മകളെയും മാറി മാറി നോക്കി. അയ്യോടാ, എങ്കിലെന്ത് രസമായിരുന്നേനെ. ഞങ്ങളതിനെ സ്നേഹിച്ച് കൊന്നേനെ പറഞ്ഞിട്ട് വിന്ദാര പൊട്ടിച്ചിരിച്ചു. അച്ഛൻ്റെയും അമ്മയുടെ മുഖത്ത് അസാധാരണമായ ഗൗരവം കൊണ്ട് അവളെ പെട്ടെന്ന് ചിരി നിർത്തി. സത്യം പറഞ്ഞതച്ഛ, പാരം ഞങ്ങൾ കിട്ടിയതേ ഈ നിൽക്കുന്ന മൂദേവിനെ പോലൊരു ലോകസുന്ദരിയല്ലേ? അലമ്മയുടെ നേർക്ക് പുച്ഛഭാവത്തിൽ ഒരു ആംഗ്യം കാട്ടിക്കൊണ്ട് വിന്ദാര പറഞ്ഞു. വിന്ദു, വിശാഖ്, രാജഗോപാല് വികാരഭരിതനായി വിളിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ചേച്ചിയായിട്ട് കിട്ടിയത് ആ കുട്ടിയെ തന്നെ. അത് കളിതമാശ എന്ന മട്ടിൽ വിന്ദാര തലയാട്ടി.
അത്രയ്ക്കും ഫൂളാക്കല്ലേ. ഇന്ന് ഏപ്രിൽ 1 അല്ലല്ലോ. വിന്ദാര വീണ്ടും അച്ഛനെയും അമ്മയും നോക്കി. ശ്രീലക്ഷ്മി നിറമിഴികൾ ഒപ്പുന്നത് കണ്ടു. എന്താമ്മേത്? വിന്ദാര അമ്പരന്നു. അച്ഛൻ പറഞ്ഞ സത്യാ മോളെ. വിശ്വാസം വരാതെ വിശാഖും വിന്ദാരയും അല്ലിമയെ നോക്കി. ഇവളോ? ജനിച്ച അന്നു മുതൽ തങ്ങൾ കാണുന്ന ഇവളോ? അല്ലിമയുടെ കണ്ണിൽ നിന്നും നീർക്കണങ്ങൾ അടർന്നു വീഴുന്നത് കണ്ട് വിശാഖും വിന്ദാരയും വല്ലാത്തൊരു പ്രതിസന്ധിയിലായി. അവർ ഉൾക്കിടലത്തോടെ പരസ്പരം നോക്കി. ഇതൊക്കെ സത്യമാണോ സംഭവ്യമാണോ? അങ്ങനെ ഒരു അച്ഛനെയും അമ്മയും കിട്ടിയിരുന്നെങ്കിലെന്ന് നിങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ? അതേ അച്ഛനും അമ്മയും തന്നെയാണ് ഞങ്ങൾ, രാജഗോപാൽ വെളിപ്പെടുത്തി. വിന്ദാരയ്ക്ക് ആരെയും നോക്കാനോ ഇനി എന്തെങ്കിലും കേൾക്കാനോ ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്തിനെന്നറിയാതെ ഒരു കരച്ചിൽ അവളുടെ ഉള്ളിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്നുണ്ടായിരുന്നു. അവൾ വേഗം പിന്തിരിഞ്ഞോടി. വിശാഖ് ആരെയൊന്നില്ലാതെ പോലെ പകച്ചു നോക്കിക്കൊണ്ട് അല്പനിമിഷങ്ങൾ കൂടി ഒരു വിഡ്ഢിയെപ്പോലെ നിന്നു. പിന്നെ പതിയെ അവനും പിന്തിരിഞ്ഞു. അധ്യായം 12. ശ്രീലക്ഷ്മി മുറിയുടെ വാതിക്കൽ ചെന്ന് നിന്നു. കഥ അടച്ചിരിക്കുകയാണ്. അവളത് പതിയെ തള്ളിത്തുറന്നു. വിന്ദാര കസേരയിൽ ഇരിപ്പുണ്ട്. കൈമുട്ടുകൾ മേശയിലൂന്നി ഇരു കൈതലങ്ങളിലും കവിളത്ത് ചേർത്ത് തലകുനിച്ച് വലിയൊരു ദുരന്തം നേരിട്ട പോലെ ഇരിക്കുകയാണ്. വിശാഖ് കട്ടിലെ താടിക്ക് കൈയൂന്നി മുന്നോട്ട് കുനിഞ്ഞിരിക്കുന്നു. ശ്രീലക്ഷ്മി അകത്തേക്ക് കയറിയപ്പോൾ രണ്ടുപേരും മുഖം തിരിച്ചു നോക്കി. വിന്ദാര പെട്ടെന്ന് പുറംകൈ കൊണ്ട് കവിൾത്തടങ്ങൾ തൂത്തിട്ട് മേശമേൽ നഖം കോറിക്കൊണ്ടിരുന്നു. ശ്രീലക്ഷ്മി മേശക്കരികെ ചെന്ന് നിന്നു. മോളെ, അവർ വിന്ദാരയെ വിളിച്ചു. വിന്ദാര മുഖമുയർത്തുന്നില്ല, നോക്കുന്നുമില്ല. മേശമേൽ നഖം കോറുന്നതിൻ്റെ ശക്തി കൂടി. ശ്രീലക്ഷ്മി അവളുടെ തോളത്ത് പിടിച്ചു. ഇങ്ങോട്ട് നോക്ക്. വിന്ദാര നോക്കി. നീ എന്തിനാ കരഞ്ഞത്? ഞാൻ കരഞ്ഞൊന്നുമില്ല. നിന്റെ കണ്ണെപ്പോഴും നിറഞ്ഞിരിക്കുന്നല്ലോ. അച്ഛനും അമ്മയും കൂടി ഞങ്ങൾ രണ്ടുപേരോടും ഭയങ്കര ചതിയല്ലേ ചെയ്തത്. ഞങ്ങളെന്ത് ചെയ്തു? ഇത്രയും കാലം ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും അറിയിച്ചില്ല ഞങ്ങളെ. അല്ലിമോളെയും ഞങ്ങളൊന്നും അറിയിച്ചില്ലായിരുന്നു. സന്ദീപിൻ്റെ കല്യാണാലോചന വന്നപ്പോഴാണ് ആ വീട്ടുകാരോട് ഞങ്ങൾക്ക് സത്യം പറയേണ്ടി വന്നത്. സന്ദീപ് അറിഞ്ഞിട്ടാണ് അവളും പലതും അറിഞ്ഞത്. ഞങ്ങളോട് മാത്രം എല്ലാം മറച്ചു വെച്ചു. വിശാഖ ആവലാതിപ്പെട്ടു. ഒരിക്കലും പറയില്ലായിരുന്നു ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ശ്രീലക്ഷ്മി വെളിപ്പെടുത്തി. അതുപോട്ടെ, അമ്മ ഞങ്ങളോട് എന്താ കാണിച്ചേ? വിന്ദാര ചോദിച്ചു. എന്താ? ശ്രീലക്ഷ്മി ആശ്ചര്യത്തിൽ നോക്കി. വിന്ദാര പെട്ടെന്ന് എഴുന്നേറ്റു. എന്താണോ? ഞങ്ങളെക്കാളും വലുത് അമ്മയ്ക്ക് അവളല്ലായിരുന്നോ? അവളോടല്ലായിരുന്നോ അച്ഛനും അമ്മയ്ക്കും കൂടുതൽ ഇഷ്ടം? അവൾക്ക് വേണ്ടി അച്ഛനും അമ്മയും ഞങ്ങളെ എന്തുമാത്രം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അവൾ നിങ്ങളുടെ ആരുമല്ലായിരുന്നല്ലോ. എന്നിട്ടും ഞങ്ങളോടായിരുന്നു അച്ഛനും അമ്മയ്ക്കും ദേഷ്യം. അനാവശ്യമായിട്ട് നിങ്ങളെ ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ടില്ല. ന്യായമായ കാരണങ്ങളുണ്ടായിരുന്നു. എന്നാലും അവൾക്ക് വേണ്ടിയല്ലേ. അവൾ ഈ വീട്ടിലെ ആരുമല്ലെന്ന് നിങ്ങൾക്കറിയാമായിരുന്നല്ലേ. അവളിവിടുത്തെ ആരുമല്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞു. ഞാൻ അവളെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. ഞങ്ങളുടെ ആദ്യത്തെ മോള് അവൾ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, അല്ലി ചേച്ചി അന്യല്ലേ അമ്മേ. എന്നിട്ടും ഞങ്ങളെക്കാളും കൂടുതൽ സ്നേഹവും അധികാരവും അവകാശവും അവൾക്ക് കൊടുത്തു. മോളെ, നീ ഇങ്ങനൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്ക് അന്നും ഇന്നും അച്ഛനമ്മമാരുണ്ട്, കൂടപ്പുറപ്പുണ്ട്, ബന്ധുക്കളുണ്ട്. സത്യത്തിൽ അവൾക്കല്ല ആരുമില്ലാത്തത്. ഇത്രയും കാലം അവളത് അറിഞ്ഞു പോലുമില്ല. ഞങ്ങൾ കൊടുത്ത സ്നേഹമില്ലാതെ ഒന്നുമില്ലെന്ന് ഇപ്പോൾ അവൾക്കറിയാം. അച്ഛനും അമ്മയും എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? പറയണമായിരുന്നു. ഞങ്ങളോടും അവളോടും പറയണമായിരുന്നു. അങ്ങനെ വളർത്തിയാൽ മതിയായിരുന്നു. വിന്ദാര അസഹിഷ്ണുതയോടെ പറഞ്ഞു. നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ അവളെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സന്ദീപ് എഴുതിയ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ഇഷ്ടം തോന്നി ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞിനോട്. ഞങ്ങൾക്കതുപോലെ ആ കുഞ്ഞിനെ കിട്ടിയത്. അതിനെ ഉപേക്ഷിച്ചവർ കലുങ്കിന് തീരെ വലിച്ചെറിഞ്ഞിരുന്നെങ്കിലോ? വെള്ളപ്പൊക്കത്തിലൊരു കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി ഏതെങ്കിലും പിച്ചക്കാരുടെ കയ്യിൽ ആ കുഞ്ഞ് ചെന്ന് പെട്ടിരുന്നെങ്കിലോ? പക്ഷെ ദൈവം അങ്ങനെയൊന്നും അല്ല നിശ്ചയിച്ചത്. ആ കുഞ്ഞിനൊരു നല്ല അച്ഛനും അമ്മയും കിട്ടണം. അവരവളെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തണം. അവൾക്ക് ഒരു കുറവും വരുത്തരുത്. ഈശ്വരന് തോന്നിക്കാണും. നിങ്ങളുടെ അച്ഛനും അമ്മയും ആ ജോലി ഏൽപ്പിക്കാമെന്ന്. അവർ നല്ലപോലെ നോക്കിക്കോളുമെന്ന്. പോണ്ടിച്ചേരിയിൽ വേറെ എത്ര വീടുണ്ടായിരുന്നു? ഒരു പുലർച്ചയ്ക്ക് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടുവരാന്തയിൽ ഒരു പൂക്കുടയ്ക്കകത്ത് പൂച്ചക്കുഞ്ഞ് കിടക്കണ പോലെ. ജനിച്ചിട്ട് 3-4 ദിവസം. പൊക്കിൾ കൊടി മുറിഞ്ഞു വിട്ടില്ല. ഞങ്ങളതിനെ ഏറ്റെടുത്ത് വളർത്തിയത്
തെറ്റായിപ്പോയോ? ശ്രീലക്ഷ്മിയുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വിന്താരമായപ്പെട്ടു. അച്ഛനും അമ്മയും ചെയ്തത് നല്ല കാര്യമാണ്, ഒരു തെറ്റില്ല. പക്ഷെ അല്ലി ചേച്ചിയോടും ഞങ്ങളെക്കാളും സ്നേഹം, അതൊക്കെ നിങ്ങളുടെ തോന്നലാ. ഏതെങ്കിലും അച്ഛനമ്മമാർക്ക് സ്വന്തം മക്കളേക്കാൾ സ്നേഹം മറ്റാരുടെയെങ്കിലും മക്കളോടുണ്ടാവുമോ? ഒരിക്കലും ഇല്ല. എല്ലാ അച്ഛനമ്മമാർക്കും സ്വന്തം മക്കൾ തന്നെയാണ് വലുത്. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. വിന്താരം മുഖം താഴ്ത്തിയിരിക്കുകയാണ്. ശ്രീലക്ഷ്മി അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു മുഖമുയർത്തി. നിങ്ങൾക്കിപ്പോഴും അച്ഛനും അമ്മയുണ്ട്. അവൾക്കോ? അവൾക്ക് ആരുണ്ട്? നമ്മൾ കൊടുക്കുന്ന സ്നേഹമല്ലാണ്ട് എന്താണ് അവൾക്കുള്ളത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവൾ നിങ്ങളോട് എന്തുമാത്രം സ്നേഹത്തിലാണ് പെരുമാറുന്നത്. ഒരിക്കലെങ്കിലും അവൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടോ? നിങ്ങൾ വഴക്കിന് ചെന്നപ്പോൾ പോലും അവൾ മിണ്ടാതെ നിൽക്കുക ചെയ്തത്. അത് മാത്രമല്ല, നിങ്ങൾ ഈ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന പല ജോലികളും അവളല്ലേ ഇപ്പോൾ ചെയ്യുന്നത്. ആരും പറയാതെ എന്തുകൊണ്ടാണ് എന്നറിയാമോ? അവൾക്ക് മനസ്സിലായി, നമ്മൾ കൊടുക്കുന്ന സ്നേഹമില്ലാതെ ഇവിടെ അവൾക്ക് അവകാശങ്ങളൊന്നും ഇല്ലെന്ന്. വിന്താരയ്ക്കും വിശാഖിനും അത് മനസ്സിലായി. വിന്താര ചെയ്തുകൊണ്ടിരുന്ന ജോലിയായിരുന്നു മുറ്റം തൂക്കുന്നതും മുറികൾ തുടയ്ക്കുന്നതും. വിശാഖിന് ആഴ്ചയിലൊരിക്കൽ കാറും കാർ പോർച്ചും കഴുകി വൃത്തിയാക്കണമായിരുന്നു. കിച്ചണും ഊൺമുറിയും ശ്രീലക്ഷ്മിയുടെ കുത്തകയായിരുന്നു. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും വസ്ത്രങ്ങൾ കഴുകി ഇസ്തിരി ഇടുന്നതുമായിരുന്നു അല്ലിമയുടെ ജോലി. എന്നാൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് അല്ലിമ എല്ലാവരെയും അവരവരുടെ ജോലികളിൽ സഹായിക്കുന്നുണ്ട്. ആരോടും അവൾക്ക് ദേഷ്യമോ വഴക്കോ പരാതികളോ ഇല്ല. ഇത് ചിലപ്പോഴൊക്കെ വിന്താരയെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. സോറി, വിന്താര ശ്രീലക്ഷ്മിയോട് ക്ഷമാപണം നടത്തി. എന്നോട് തന്നെ സോറി പറയുന്നേ? വേണ്ട, പകരം അവളെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത്. ഇന്ന് ഞങ്ങൾ സത്യം തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ അവൾ അന്യാണെന്ന്? നാളെ എല്ലാവരും അറിയും അവൾ അനാഥക്കുട്ടിയായിരുന്നെന്ന്. നമ്മുടെ ഫാമിലിയിലുള്ളവരും ഫ്രണ്ട്സും എല്ലാവരും നാളെ മുതൽ മാറി മാറി ഫോണിൽ വിളിച്ച് ചോദിക്കും, സത്യമാണോ ലക്ഷ്മിയുടെ മോളല്ലേ അല്ലിമാന്ന്? ഓർഫനാണോ എന്ന്? അഡോപ്റ്റ് ചെയ്തതാണോ എന്ന്? നമ്മുടെ ഫാമിലിയിലെ അംഗമല്ലേ? ഇങ്ങനെ 100 ചോദ്യങ്ങൾ വരും. അപ്പം നമ്മളല്ലാതെ വേറെ ആരുണ്ട് അവളുടെ കൂടെ നിൽക്കാൻ? ആരും ഉണ്ടാവില്ല. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ ചേച്ചിയാണെന്ന്. വിശാഖ് സംശയലേശം എന്നെ പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ പറയും. വിന്താര വാക്ക് പറഞ്ഞു. മറ്റാരോട് പറഞ്ഞില്ലെങ്കിലും വേണ്ട, നിങ്ങൾ അവളുടെ കൂടെ നിന്നാൽ മതി. ഇപ്പം തന്നെ അവൾ വിഷമിച്ച് നിൽക്കുക. നിങ്ങൾ ചെന്ന് പറ, ഇപ്പോഴാണ് നിങ്ങൾക്ക് അവളോട് സ്നേഹം കൂടുതലെന്ന്. വിന്താര തലയാട്ടി. അപ്പോൾ അവൾ തന്നെ വിശാഖനെയും കൂട്ടി അല്ലിമയുടെ അടുത്തേക്ക് പോയി. അല്ലിമ ഇസ്തിരിയിടുന്ന മേശയ്ക്ക് മീതെ തലവെച്ച് കിടക്കുകയായിരുന്നു. വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ മുഖം തിരിച്ചു നോക്കി. പെട്ടെന്ന് കണ്ണ് തുടച്ചെഴുന്നേറ്റു. വാതിൽ തുറന്ന് വിന്താര അകത്തേക്ക് വന്നു. വിശാഖ വാതിക്കൽ നിന്നു. അല്ലിമ അവരെ നോക്കി മന്ദഹസിക്കാൻ ശ്രമിച്ചു. അതൊരു ദൈന്യം നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. വിന്താര അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കവിളിൽ തിണർപ്പ്, കണ്ണിൽ നനവ്, കരഞ്ഞിട്ട് തുടച്ച മുഖം. നെഞ്ചിനുള്ളിൽ സങ്കടത്തിൻ്റെ ഒരു കടൽ അലതല്ലുന്നുണ്ടെന്ന് കണ്ണുകൾ കണ്ടാലറിയാം. അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമായിട്ടോ? ഞാൻ ആരുമില്ല, അല്ലിമ ഗദ്ഗതത്തോടെ പറഞ്ഞു. കുറേ വർഷം മുമ്പ് പോണ്ടിച്ചേരിയിലെ ഒരു സ്ട്രീറ്റിൽ ആരോ ഉപേക്ഷിച്ചതാ. ഇനി അങ്ങനെ കണ്ടാൽ മതി. ചേച്ചി, വിന്താര വിഷമത്തിൽ വിളിച്ചു. അങ്ങനെ വിളിക്കണമെന്ന് പോലുമില്ല. ഇത്രയും കാലം എന്നെ ചേച്ചിന്ന് വിളിച്ചില്ലേ, കൂടപ്പുറപ്പായിട്ട് കരുതിയില്ലേ, അത് മതി. അല്ലിമയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. വിന്താരയ്ക്ക് അത് കണ്ട് എന്തെന്നില്ലാത്ത സങ്കടം വന്നു. ചേച്ചി എന്ന് വിളിച്ച് അവൾ അല്ലിമയെ കെട്ടിപ്പിടിച്ചു. ഇതുവരെ ചേച്ചിയോട് എനിക്ക് അസൂയായിരുന്നു, ദേഷ്യമായിരുന്നു. ഇപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് തോന്നുന്നത്. സത്യം. വിന്താരയുടെ സ്വരയിടറി. എന്തെന്നറിയാത്ത സങ്കടം അവളുടെ കണ്ണിൽ നനവ് നിറച്ചു. ഞങ്ങളുണ്ട് കേട്ടോ ചേച്ചിയുടെ കൂടെ. അല്ലിമ അവളെ ഗാഠമായി ആശ്ലേഷിച്ച് വിതുമ്പിക്കരഞ്ഞു. അവളുടെ നെറുകയിലും നെറ്റിയിലും ഉമ്മ വെച്ചു. വാതുക്കൽ ജാള്യതയോടെ നോക്കുന്ന വിശാഖിനെ അവളെ കണ്ണീരോടെ കൈമാടി വിളിച്ചു. അടുത്തേക്ക് ചെന്ന അവനെയും അവളൊരു കൈകൊണ്ട് ആശ്ലേഷിച്ചു. 12000 പ്രണയകലഹങ്ങൾ, 900 കൊഞ്ചിക്കരച്ചിലുകൾക്കും ശേഷം പ്രേമത്തിൻ്റെ തേനുതിർന്ന് നിറഞ്ഞ ഒരു യുഗസന്ധിയിൽ സോഫിയയുടെ പ്രണയാർദ്ധ സ്വരം ബ്ലൂടൂത്തിലൂടെ കിഷോർ കേട്ടു. കസിൻ ചേട്ടൻ്റെ സ്റ്റോറി വായിച്ചു.
എന്നാന്നോ എൻ്റെ പേര് ചേർക്കാത്ത? നിന്റെ പേര് കൊടുക്കണമായിരുന്നോ? കിഷോർ ചോദിച്ചു. പിന്നെ വേണ്ടേ? നിങ്ങൾ പോണ്ടിയിൽ വന്നപ്പോൾ ഞാനല്ല അല്ലി ചേച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ക്ലൂ എല്ലാം തന്നത്. സന്തുവേട്ടൻ്റെ കൂടെ രാത്രിയും പകലും ഉണ്ടായിരുന്ന എൻ്റെ പേര് വെച്ചിട്ടില്ല, പിന്നെ നിൻ്റെ പേര്. അത് ഭയങ്കര നന്ദികേടായിപ്പോയി. നിൻ്റെ പേര് വയ്ക്കണോ? പരമ്പര തീർന്നിട്ടില്ല. ഞാൻ സന്തുവേട്ടനോട് പറയാം. അടുത്ത ദിവസത്തെ സ്റ്റോറിയിൽ സോഫിയെ കൂടി സ്റ്റാർ ആക്കിയേക്കണേന്ന്. അയ്യോ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ് കുട്ടപ്പായി. കുട്ടപ്പായോ? അതെവിടുന്ന് കിട്ടി? ഞങ്ങളുടെ നാട്ടിലൊരു കള്ളുകൂടിയനാ. ആ പേരിട്ടാണോ നീ എന്നെ ഓമനിച്ച് വിളിക്കുന്നത്? അങ്ങനെ വിളിക്കാനാണ് എനിക്കിപ്പോൾ വന്നത്. പിൻവലിക്കണോ? വേണ്ട, വലിയ ബഹുമതിയല്ലേ. ഇരിക്കട്ടെ. ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. പരാതിയില്ലെന്നേ, കിഷോർ പറഞ്ഞു. സന്തോഷം. നിൻ്റെ ഡ്യൂട്ടി എപ്പോൾ കഴിയും? രാവിലെ 7 മണിക്ക്. ഇനി എന്താ പ്രോഗ്രാം? വലകം തിന്നിട്ട് കിടന്നുറങ്ങണം. ഈ നൈറ്റ് ഡ്യൂട്ടിയൊന്നും തീർന്നാൽ മതിയായിരുന്നു. പകൽ കിടന്നിട്ട് ഉറക്കം ശരിയാവുന്നില്ലെന്നേ. ഞാൻ വരണോ പാടി ഉറക്കാൻ? അയ്യോ വേണ്ടായേ, ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. എന്നെ ഒഴിവാക്കാൻ എന്താ ഉത്സാഹമല്ലേ? എനിക്ക് പേടിയായിട്ടല്ലേ? ഒരു കുടുംബമുണ്ട് തലയിൽ. ഞാനും കുടുംബമുള്ളവനാ. കിച്ചേട്ടാ, ഞാൻ ILTC പോട്ടെ? പോയിക്കൊള്ളാൻ പറഞ്ഞില്ലേ? പോണെങ്കിൽ വീട്ടിൽ നിന്ന് സമ്മതിക്കണം. നീ ചോദിച്ച് സമ്മതം വാങ്ങണം. പപ്പ സമ്മതിക്കത്തില്ലെന്നേ. ഞാൻ ILTC പോയാൽ സാലറി കിട്ടത്തില്ലല്ലോ. അതിനിപ്പം എനിക്കെന്ത് ചെയ്യാൻ പറ്റും? കിച്ചോട്ടനല്ലേ വേണ്ടാത്ത ഐഡിയൊക്കെ എൻ്റെ തലയിലോട്ട് അടിച്ചു കയറ്റിയത്. ഞാനോ? കിഷോർ അറിയാത്ത മട്ടിൽ അഭിനയിച്ചു. ഞാൻ തന്നെ. എന്നോട് എന്തെല്ലാമാ പറഞ്ഞത്? നീ ILTC പഠിക്കുക, പിന്നെ ഞാൻ കാനഡയ്ക്കോ അയർലൻഡിലേക്കോ കയറ്റിവിടാമെന്ന്. എടി പൊട്ടി, അയർലൻഡനല്ല, അയർലൻഡ്. ലണ്ടനിലോ കാനഡയിലോ. എന്നാലും ഇങ്ങനൊരു കഴുതക്കുട്ടിയാണല്ലോ ഈശ്വര ഞാൻ. അറിയാമേലാഞ്ഞിട്ടല്ലേ? ഒരു നാക്കുപഴ പറ്റിയതാ. അയ്യോടാ, ഒരു പണ്ഡിതൻ. നീ ILTC പഠിച്ച് പാസ്സായ ബാക്കി കാര്യം ഞാനേറ്റു. UK തന്നെ നമുക്ക് നോക്കാം. ILTC പഠിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി വീട്ടിൽ സാലറി കൊടുക്കണം. ഇല്ലെങ്കിൽ പപ്പ ബഹളം വയ്ക്കും. അതാ പ്രശ്നം. കിച്ചോട്ടൻ മനസ്സ് വെച്ചാൽ എന്തെങ്കിലും നടക്കും. അതായത് ഞാൻ ഫീസ് കൊടുത്ത് നിന്നെ പഠിപ്പിക്കണം. വിസ എടുത്തു തന്ന് നിന്നെ UK അയർലൻഡിലോ കയറ്റി വിടണം. അതുവരെയുള്ള ശമ്പളം എൻ്റെ കയ്യിൽ നിന്നെടുത്ത് വീട്ടിൽ കൊടുക്കണം. എല്ലാം ഞാൻ ഫ്രീ ഫണ്ട് ചെയ്തോളാന്നേ. എന്നിട്ട് നീ ഒരു സായിപ്പിനെയും കല്യാണം കഴിച്ച് അവിടെ അങ്ങ് കൂടും. ഞാനിവിടെ എളിമ്പനായിട്ടിരിക്കും. പോകിച്ചോട്ടാ, ഇങ്ങനത്തെ വർത്താനമൊന്നും പറയല്ലേ. ഞാൻ ആ ടൈപ്പിലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? എന്നെ വിശ്വാസമില്ലായിട്ടല്ലേ? എന്നാ പറ, എന്ന് നടക്കും കല്യാണം? 4 വർഷം 40 ലക്ഷം രൂപ വീട്ടിലോട്ട് കൊടുക്കണം. 4 വർഷം 40 ലക്ഷം രൂപ. നീ ആര്, കറവ പശുവോ? ഏതാ ജനസ്? സിന്ധി, ജേസി? കിച്ചോട്ടാ, വീട് പുതുക്കി പണിയണ്ടേ? അനിയനും അനിയത്തിയും പഠിപ്പിക്കണ്ടേ? ഇളയവർക്കുള്ള പൊന്നും വളയും കരുതി വെക്കണ്ടേ? ഒരു കുന്തവും വേണ്ട. 2 വർഷം സമയം തരും. ആ പൈസ വീട്ടിൽ കൊടുത്തേക്ക്. പിന്നെ നേരിട്ട് വീട്ടിലോട്ട് ചെല്ലും. എന്നിട്ട് നിൻ്റെ പപ്പയോട് പറയും, നിങ്ങളുടെ മോളെ ഞാനിങ്ങോട്ട് എടുക്കുക, ഇനി കറക്കണമെങ്കിൽ 2 പശുക്കളെ വാങ്ങി വീട്ടിൽ നിർത്തിക്കുമെന്ന്. ഇങ്ങനെയൊക്കെയാണോ മനസ്സിലിരിപ്പ്? പെണ്ണിന് സംഭവം മനസ്സിൽ പിടിച്ചെന്ന് സോഫയുടെ സ്വരത്തിൽ ഹർഷാതിശയത്തിൽ കിഷോർ തിരിച്ചറിഞ്ഞു. ശരിക്കും ഇതല്ല മനസ്സിലിരിപ്പ്. അടുത്ത 6 മാസത്തിനകത്ത് ഞാനീ പറഞ്ഞ പോലെ ചെയ്യണമെന്നാ. പക്ഷെ കുടുംബത്തിലോട്ട് എന്തെങ്കിലും കൊടുക്കണമല്ലോ, അതോർത്തിട്ട് മാത്രം. അപ്പോൾ എൻ്റെ സമ്മതമൊന്നും വേണ്ട. നീ സമ്മതിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി 2 വർഷം. അതുവരെയുള്ള സമ്പാദ്യം വീട്ടിൽ കൊടുത്തോ. 2 വർഷം കൊണ്ട് എന്താണ് കിച്ചോട്ടാ? അത് മതി. നീ എല്ലാവരെയും അങ്ങ് രക്ഷപ്പെടുത്തണ്ട. ജീവിക്കാൻ അർഹതയുള്ളവർ തന്നെത്താൽ രക്ഷപ്പെട്ടോളൂ. കിച്ചോട്ടാ, വീട്ടിലുള്ളവർക്ക് ഓരോ പ്രതീക്ഷയില്ലേ? ഞാനല്ലാതെ ആരാ അതൊക്കെ സഹായിച്ചു കൊടുക്കാൻ? നീ കൊടുത്തോ. എന്നെ നോക്കണ്ട. എൻ്റെ കാര്യം ഞാനും നോക്കിക്കോളാം. ഞാൻ ഫോൺ വെക്കുക. കിഷോർ കോള് കട്ട് ചെയ്തു. എന്നിട്ട് ഫോൺ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞു. എഴുന്നേറ്റ് ടെറസിലേക്കുള്ള വാതിക്കൽ പോയി നിന്നു. കുറച്ച് കഴിഞ്ഞ് തിരികെ ഫോൺ മേശക്കെടുത്ത് വന്നു. ഫോൺ അനങ്ങാതിരിക്കുന്നത് കണ്ട് അതെടുത്തൊന്ന് നിലത്തെറിയണമെന്ന് തോന്നിയവന്. അധ്യായം 13. സെല്ലിൻ്റെ മുമ്പിൽ വന്ന് വാർഡൻ പേര് വിളിച്ചപ്പോൾ തടവുപുള്ളികൾക്കിടയിൽ നിന്നും അനൂപാബു എഴുന്നേറ്റു. ഇറങ്ങി വാടാ, വാർഡൻ ഉത്തരവിട്ടു. അനീബാബു അഴിവാതിക്കലെത്തി. നിനക്ക് ജാമ്യം, വാർഡൻ പറഞ്ഞു. പത്രത്തിലൊക്കെ വാർത്തയും പടം അച്ചടിച്ചു വന്നിട്ടും നീ ഇപ്പോൾ വലിയ സ്റ്റാറല്ലേ, കള്ളനെ കഞ്ഞി വെച്ച റാസ്കൽ. അനീബാബു ചെറുതായൊന്ന് ചിരിച്ചു. വാതിൽ കടന്നിട്ട് അവൻ തിരിഞ്ഞു നിന്നു.
അകത്തെ ആളുകളുടെ നേർക്ക് വലത് കൈപ്പട ഉയർത്തി കിട്ടി. സുഹൃത്തുക്കളെ, എനിക്ക് ജാമ്യം കിട്ടി, പോട്ടെ, നമുക്കിനിയും കാണണം ഒരാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ ചിലപ്പോൾ വിയുയിലായിരിക്കും, നീ അങ്ങോട്ട് വന്നാൽ മതി, വേറൊരാൾ ആശംസിച്ചു. അഴിവാതിൽ അടഞ്ഞു, പൂട്ട് വീണു. കഴിവേട്ട മോനെ, നീ രക്ഷപ്പെട്ടല്ലോടാ, മറ്റൊരാൾ അസൂയപ്പെട്ടു. വാർഡൻ്റെ ഒപ്പം ജയിലിൽ വരാന്തയിൽ കൂടി നടക്കുമ്പോൾ അനീബാബു ആകാംക്ഷയോടെ തിരുക്കി. ആരാ സാറേ ജാമ്യത്തിനെടുക്കാൻ വന്നിരിക്കുന്നത്? നിന്റെ അപ്പൂപ്പൻ. മിണ്ടരുത് റാസ്കൽ. പോലീസുകാരനെ അടിച്ചിട്ട് നീ ഞെളിഞ്ഞു നടക്കുന്നുണ്ടോ? അത് പോലീസുകാരനല്ല സാറേ, ഒന്നാം തരം കള്ളനാ, കില്ലറാ, അയാളെൻ്റെ ചേട്ടനെ കൊന്നവനാ. ആര്? ഹേമേന്ദ്രൻ സാറോ? തെളിയിക്കും സാറേ, ഇപ്പോൾ അയാൾ സസ്പെൻഷനിലാണ്. ഇനി ആ തലയിൽ തൊപ്പി വെക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. പോടാ അവിടുന്ന് തെണ്ടി. നീ അങ്ങനെ എന്നാ ചെയ്യാനാ? സാറ് പത്രത്തിലെ റിപ്പോർട്ടൊന്നും വായിച്ചില്ലായിരുന്നോ? അയാൾ കുടുങ്ങും, എല്ലാം വെളിയിൽ വരും സാറേ, സാറ് നോക്കിക്കോ. വാർഡൻ അനുബാബുവിനെ സംശയദൃഷ്ടിയോടെ നോക്കി. ഇവൻ പറയുന്നതൊക്കെ സത്യമാണോ? സബ് ജയിൽ സൂപ്രണ്ടിൻ്റെ ഓഫീസ് റൂമിൽ അഡ്വക്കേറ്റ് സുഷമ മഹേഷും സന്ദീപും ഇരിപ്പുണ്ടായിരുന്നു. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് സൂപ്രണ്ടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി തടവ് പുള്ളിയെ ഐഡൻറ്റിഫൈ ചെയ്ത് വിട്ടയക്കുക എന്ന കർമ്മം മാത്രമേ ബാക്കിയുള്ളൂ. സബ് ജയിലിലെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അനീബാബു സന്ദീപിനും അഡ്വക്കേറ്റിനൊപ്പം വെളിയിൽ വന്നു. സുഷമ മഹേഷിൻ്റെ കാറിൽ കയറി അവർ പൊൻകുന്നം ടൗണിലെത്തി. സന്ദീപും അനീബാബുവും ടാക്സി സ്റ്റാൻഡിന് സമീപം ഇറങ്ങി. സുഷമ മഹേഷിന് നന്ദി പറഞ്ഞ് പിരിഞ്ഞു. സാറിൻ്റെ കാറെവിടെ? അനീബാബു ചോദിച്ചു. മിഡാസിലാണ്, അവിടെയാണ് റൂം. ചേട്ടൻ എന്തെങ്കിലും കഴിക്കണ്ടേ? ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് അടി കിട്ടിയോ? സന്ദീപ് ചോദിച്ചു. ഇല്ല, തല്ല് കിട്ടാതിരിക്കാൻ വേണ്ട ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? കൂട്ടിക്കൽ സുഖു എന്നൊരുത്തനെ പരിചയപ്പെട്ടു. പണ്ട് മുതലേ കൊട്ടേഷൻ്റെ ആളാ. വേറെ പഴയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമുക്കൊരു ടാക്സി പിടിച്ചൊന്ന് കറങ്ങാം. സാറിൻ്റെ ഇഷ്ടം. പോലീസ് സ്റ്റേഷൻ അടി കിട്ടിയല്ലേ? അതൊന്നും അവർക്ക് പ്രശ്നമില്ല, അവരുടെ കൈക്കാ കേട്. അനീബാബു അത് നിസാരാക്കി. സന്ദീപ് ഒരു ടാക്സി വിളിച്ചു. രണ്ടുപേരും അതിൽ കയറി. നേരെ മണിമലയ്ക്ക് വിട്ടോ? സന്ദീപ് ഡ്രൈവറോട് നിർദ്ദേശിച്ചു. നമ്മളെന്തിനാ സാർ അങ്ങോട്ട് പോകുന്നത്? അനീബാബു ചോദിച്ചു. പ്രത്യേകിച്ച് ഒന്നിനുമല്ല, വെറുതെ നിങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. അവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറിപ്പോയില്ല സാറേ. ഇനി അതൊക്കെ കണ്ടിട്ട് എന്താ കാര്യം? കണ്ടു നോക്കാന്നേ, ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പണ്ട് കണ്ട് പരിചയമുള്ള ആരെങ്കിലും കണ്ടുമുട്ടിയെന്ന് വരാം. എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ മനസ്സിലേക്ക് വന്നെന്നിരിക്കും. ഒരു കാറ്റായിരിക്കും ചിലപ്പോൾ ഓർമ്മകൾ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് പെയ്ത മഴയായിരിക്കും. പണ്ട് നീന്തിക്കുളിച്ച പുഴയായിരിക്കും. നമ്മൾ അന്വേഷിക്കുന്നത് ചന്ദ്രബാബുവിനെയാണ്. അനീബാബു അനുകൂല ഭാവത്തിലെ തലയാട്ടി. ടാക്സിക്കാരെ പൊൻകുന്നം മണിമല റോട്ടിലൂടെ ഓടിക്കൊണ്ടിരുന്നു. രാജഗോപാലും ശ്രീലക്ഷ്മിയും ലീവ് എടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. വിന്ദാരയും വിശാഖവും സ്കൂളിൽ പോയില്ല. ഫോൺ താഴെ വെച്ചിട്ട് അവർക്കൊന്നിനും സമയമില്ലായിരുന്നു. സന്ദീപ് എഴുതിയ അന്വേഷണ പരമ്പരയുടെ 4ാമത്തതും അവസാനത്തതുമായ ഭാഗം രാവിലെ പത്രത്തിൽ കണ്ടതു മുതൽ ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു. ബന്ധുജനങ്ങളുടെ ചോദ്യങ്ങൾ, സഹപ്രവർത്തകരുടെ അന്വേഷണങ്ങൾ, സ്നേഹിതരുടെ ജിജ്ഞാസകൾ. ഇവരെല്ലാം തൃപ്തിപ്പെടുത്താനാവാതെ രാജഗോപാലും ശ്രീലക്ഷ്മിയും വലഞ്ഞു. രാജഗോപാലിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും ദത്തുപുത്രിയാണ് അല്ലിമ എന്ന രഹസ്യം മറന്നീങ്ങിയത് അന്വേഷണ പരമ്പരയുടെ അവസാന ലക്കത്തിലായിരുന്നു. ആ വെളിപ്പെടുത്തൽ രാജഗോപാലിൻ്റെ കുടുംബത്തെ അടുത്തറിയാവുന്ന പലരെയും സകലരെയും അമ്പരപ്പിച്ചു കളഞ്ഞു. ബന്ധുജനങ്ങളിൽ പലർക്കും അത് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല. ശ്രീലക്ഷ്മിയുടെ അമ്മ നെഞ്ചത്തടിച്ചെന്ന പോലെ ഫോണിൽ കൂടി നിലവിളിക്കുകയായിരുന്നു. ഒരു വാക്ക് നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോടി. നിന്റെ പെറ്റമ്മയല്ലേ ഞാൻ. വല്ലവൻ്റെയും കുഞ്ഞിനെ ഞാനും നിൻ്റെ അപ്പനും നിൻ്റെ ആങ്ങളമാരും എന്തുമാത്രം താലോലിച്ചു, എങ്ങനെയെല്ലാം പുഞ്ചിരിച്ചു, മടിയിൽ വെച്ചു. വല്ലവൻ്റെയും മകളെ 22 വർഷം നീയും ഒരമ്മയല്ലേടി. നിനക്ക് എങ്ങനെ തോന്നി? ഇങ്ങനെയെല്ലാം ഉള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതിനാൽ ശ്രീലക്ഷ്മി അക്ഷോഭയായിരുന്നു. സോറി അമ്മ, അതൊരു ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞായിരുന്നു. ആർക്കും അതിനെ വേണ്ടായിരുന്നു. എനിക്കതിൻ്റെ അമ്മയാണെന്ന് തോന്നി. അതിൻ്റെ അച്ഛനാകാൻ രാജേട്ടനും സമ്മതമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. ആരോടെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് തോന്നില്ല. ഇല്ലേ, ഞങ്ങളോട് ചെയ്തില്ലേടി നീ? നിനക്കൊരു വാക്ക് പറയായിരുന്നല്ലേ അമ്മ ഞങ്ങൾ ഈ കുഞ്ഞിനെ എടുത്തു വളർത്തിയതെന്ന്. എന്നിട്ട് നിൻ്റെ ഇഷ്ടം പോലെ വളർത്തിക്കോ. അമ്മയായിട്ടോ അച്ഛനായിട്ടോ സ്വന്തമായിട്ടോ ഒക്കെ.
ഞങ്ങളെങ്ങനെ പറ്റിക്കണമായിരുന്നോ നിനക്ക്? ശ്രീകുമാരി അമ്മ കരച്ചിലും ദേഷ്യവും കൊണ്ട് വീർപ്പ് മുട്ടിയാണ് മകളോട് കയർക്കുന്നത്. ഞങ്ങൾ എന്തെല്ലാം അവൾക്ക് വാങ്ങിക്കൊടുത്തു. എന്തുമാത്രം ഡ്രസ്സ്, എത്ര പവൻ്റെ സ്വർണം. കഴിഞ്ഞ ഓണത്തിന് കൂടി 1.5 പവൻ്റെ സ്വർണ്ണപാദസരം വാങ്ങിച്ചു കൊടുത്തല്ലേ ഞാൻ. വിഷുവിന് സ്വർണ്ണമോതിരം. നിന്റെ മൂത്ത മകളാണെന്നല്ലേ വിചാരിച്ചിട്ടല്ലേ? അല്ലെങ്കിൽ വല്ലവൻ്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്കെന്തിനു സൂക്കേടാ? അപ്പോഴൊന്നും ഒരു വാക്കുപോലും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. മതിയമ്മേ, നിർത്ത്. ഇതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും കൂടി എന്ത് ശിക്ഷാന്ന് വെച്ചാൽ ഞങ്ങളെ ശിക്ഷിക്ക്. ഞാൻ ഫോൺ വയ്ക്കുക. ശ്രീലക്ഷ്മി കോള് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അല്ലിമ വാതിലിനരികെ സംഭാഷണം കേട്ട് നിൽക്കുന്നു. ഫോണിലേക്ക് വരുന്ന അടുത്ത കോൾ അവഗണിച്ചിട്ട് ശ്രീലക്ഷ്മി അവളുടെ അടുത്തേക്ക് കൈകാട്ടി വിളിച്ചു. അല്ലിമ മുന്നിലേക്ക് വന്നു. അവളുടെ മിഴി നിറഞ്ഞിരിക്കുന്നത് കണ്ട് ശ്രീലക്ഷ്മി ശാസിച്ചു. ആളുകൾ പല രീതിയിലും പ്രതികരിക്കും. അതിനൊപ്പിച്ച് വിഷമിക്കാൻ നിന്നാൽ അതിന് നേരം ഉണ്ടാവും. അപ്പുറത്ത് അച്ഛൻ ആരോടോ ഷൗട്ട് ചെയ്യുന്നു. അച്ഛനെ ഇത്രയും ദേഷ്യത്തിൽ കണ്ടിട്ടില്ല. അല്ലിമയുടെ കണ്ടിടറി. ശ്രീലക്ഷ്മി ഗൗരവം വെടിഞ്ഞ് വാത്സല്യത്തോടെ അവളെ ആശ്ലേഷിച്ചു. അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഇന്നു മുതൽക്കാണ് നീ ശരിക്കും ഞങ്ങളുടെ മോളായത്. ഇത്രയും കാലം ഞങ്ങൾ പലരോടും ഒളിച്ചു വെച്ച് മനസ്സിൽ ആ ഭാരം ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. നീയും അങ്ങനെ കാണണം കേട്ടോ. അല്ലിമ കണ്ണീരോടെ തലയാട്ടി. ശ്രീലക്ഷ്മി അവളുടെ തൂവെണ്ണ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. അച്ഛന് ദേഷ്യം വരുന്നത് ആരെങ്കിലും വിളിച്ച് കളിയാക്കിയിട്ടായിരിക്കും. സ്വന്തക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം. അവർക്ക് അംഗീകരിക്കാൻ വലിയ പ്രയാസം. അല്ലാത്തവരൊക്കെ നന്നായി എന്നാണ് പറയുന്നത്. എത്ര ഫ്രണ്ട്സ് എന്നെ വിളിച്ച് പ്രൈസ് ചെയ്ത് പറഞ്ഞു. നിന്നെ ആരും വിളിച്ചില്ലേ? എൻ്റെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയ സർപ്രൈസാണ്. ഇന്ന് മതി ടീച്ചർ എന്നോട് യു ആർ വെരി ലക്കി എന്നാണ് പറഞ്ഞത്. എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയാം, ഇത്രയും നല്ല അച്ഛനും അമ്മയും കിട്ടിയില്ലേ, ഈശ്വരൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന്. അതൊക്കെ എനിക്ക് നല്ലോണം അറിയാമേ. ചേച്ചിക്ക് കോള്. വിന്ദാര ഫോണുമായിട്ട് ഊൺമുറിയിലേക്ക് വന്നു. അലിമ ഫോൺ വാങ്ങി കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് ആലുവ റൂറൽ എസ് പിയുടെ മകൾ മധുബാലയായിരുന്നു. അവൾ വലിയ സന്തോഷത്തിലായിരുന്നു. അലി, ഞാനിതിപ്പോൾ എത്രാമത്തെ തവണ വായിച്ചെന്നറിയാം. എൻ്റെ അടുത്ത് പോലും ഹൈഡ് ചെയ്തില്ലേ. ബട്ട് ഐ ആം പ്രൗഡ് ഓഫ് യു ആൻഡ് യുവർ ഫാമിലി. എന്നെയും കുറച്ച് പേരൊക്കെ വിളിക്കുന്നുണ്ട് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് അറിയാവുന്നവർ. ഞാനിങ്ങനെ ഞെളിഞ്ഞ് നടക്കുക നീ എൻ്റെ ഇൻറ്റിമേറ്റ് ആണല്ലോ എന്ന് ഓർത്തിട്ട്. അല്ലിമ്മ മൂളിക്കെട്ടുകൊണ്ട് ഡൈനിങ് റൂമിൽ നിന്നും ഹാളിലേക്ക് ഇറങ്ങി. അവിടെ കൂടെ നിൽക്കണം കേട്ടോ, ശ്രീലക്ഷ്മി വിന്ദാരയോട് പറഞ്ഞു. എൻ്റെ അമ്മയെ, ചേച്ചിയുടെ കോള് പകുതി അറ്റൻഡ് ചെയ്യണത് ഞാനും വിഷുവും കൂടിയാണ്. ഞങ്ങൾക്ക് നല്ല ത്രില്ലാണ്, വിന്ദാര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അവിടെ ടേബിളിലേക്ക് വിരൽ ചൂണ്ടി. ശ്രീലക്ഷ്മി അടുത്ത കോളിന് നേർക്ക് നീങ്ങി. ഗോപികയുടെ കയ്യിലിരുന്ന ന്യൂസ് പേപ്പർ അവിടെ ടീപ്പോയിൽ പത്രം നിരത്തി വിടർത്തി വെച്ച് അതിൽ കണ്ണും നട്ടിരിക്കുകയാണ്. നിന്റെ വായന ഇതുവരെ കഴിഞ്ഞില്ലേ? ഊണ് കഴിഞ്ഞ് കൈയഴുകി വന്ന കിഷോർ ചോദിച്ചു. ഞാൻ ഈ പടങ്ങളൊക്കെ കാണുക ചേട്ടാ, ഗോപിക പറഞ്ഞു. സന്ദീപിൻ്റെ ലേഖന പരമ്പരയിൽ അല്ലിമയുടെ ശൈശവം മുതൽ പല പ്രായത്തിലുള്ള ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട്. രാജഗോപാലിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും ചിത്രങ്ങളും. അല്ലിച്ചേച്ചി ഏത് പ്രായത്തിലും എത്ര സുന്ദരിയായിരുന്നെന്ന് നോക്കിക്കേ. കിഷോർ അതെല്ലാം രാവിലെ തന്നെ കണ്ടതും വായിച്ചതാണ്. സിറ്റൗട്ടിൽ വന്ന വൈഷ്ണവി പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നു. കിച്ചു, അലിയുടെ വീട്ടിൽ പോലീസ് വന്നിരിക്കുന്നു. ആ, ഇനിയിപ്പോൾ കേസും അന്വേഷണമൊക്കെ ഉണ്ടാവും, കിഷോർ പറഞ്ഞു. അവൻ്റെ ഫോൺ റിങ് ചെയ്ത് തുടങ്ങി. കിഷോർ ഡിസ്പ്ലേ നോക്കി. സന്ദീപാണ്. അല്ല, സന്തോട്ട് എവിടെയാ? ഞാനിപ്പോൾ മണിമലയില്ല. നീ എവിടെയാ? വീട്ടിൽ. എന്താ കാര്യം പറ. അല്ലിയുടെ വീട്ടിൽ പോലീസ് വന്നിട്ടുണ്ട്, ഇടുക്കിന്ന്. നീ അല്ലിയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്ക്. അവിടെ കൂടെ നിൽക്കണം, വേറെ ആരുമില്ല. രാജഗോപാലങ്ങൾ കുറച്ച് ടെൻഷനിലാണ്. ഞാനങ്ങോട്ട് പോകാം. പോലീസ് എന്തിനാ വന്നതെന്നറിയോ? അവർ സംസാരിക്കുന്നതേ ഉള്ളൂ. നീ അങ്ങോട്ട് ചെല്ല്. സന്തോട്ടപ്പോൾ വരും. ഞാൻ വരാൻ ലേറ്റാവും. ഇവിടുന്ന് ചില ക്ലൂസ് കിട്ടാണ്ട്. സാരമില്ല, ഞാനങ്ങോട്ട് ചെല്ലാം. എന്നെ ആരും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഓക്കെ റൈറ്റ്. കോള് കട്ടായി. അമ്മ, ഞാൻ അല്ലിമയുടെ വീട്ടിലേക്ക് പോവാം, ഇപ്പോൾ വരാം. പിന്തിരിഞ്ഞ് നോക്കാതെ കിഷോർ ഇറങ്ങി ഗേറ്റ് കടന്ന് അല്ലിമയുടെ വീടിന് നേർക്ക് നടന്നു. അവിടെ ഗേറ്റിന് പിന്നിൽ 2 പോലീസ് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അധ്യായം 14. കിഷോർ രാജഗോപാലിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മുരിക്കാശ്ശേരി CI സാബു വർഗീസിനും രാജഗോപാലിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ചില വിവരങ്ങൾ ചോദിച്ചറിയാൻ എന്ന മട്ടിലാണ് ആഗമനോദ്ദേശം വെളിപ്പെടുത്തിയത്. എങ്കിലും
ചോദ്യങ്ങളെല്ലാം കുറ്റവാളികളോട് ചോദിക്കുന്ന പോലെ നിഷിദ്ധമായിരുന്നു. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു തവണ വന്നിരുന്നില്ലേ എന്ന് CI ചോദിച്ചപ്പോൾ രാജഗോപാൽ അത് തിരുത്തി. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ല, പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് മുരിക്കാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുക്കാണ്ടായിരുന്ന കാരണവും പറഞ്ഞു. നിങ്ങൾ പെരിയാർ വാലി പള്ളിക്കുടി ഭാഗത്ത് താമസിക്കുന്ന ശേഖരൻകുട്ടിയായിട്ട് എന്താണ് ബന്ധം? എനിക്കൊരു ബന്ധമില്ല. പിന്നെ എന്തിന് നിങ്ങൾ അവിടെ പോയി? വെറുതെ പോയതാ. എന്നെ കൂട്ടിക്കൊണ്ടുപോയ സന്ദീപിന് ശേഖരൻകുട്ടിയെ കാണായിരുന്നു. സന്ദീപും ശേഖരൻകുട്ടിയായിട്ട് എന്ത് ബന്ധം? എൻ്റെ അറിവിലൊരു ബന്ധമില്ല. സന്ദീപ് ജോലി ചെയ്യുന്ന പത്രസ്ഥാപനത്തിന് വേണ്ടി ഒരു അന്വേഷണ പരമ്പര തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചില വിവരങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാ, രാജഗോപാൽ പറഞ്ഞു. കിഷോർ വാതിക്കൽ വന്നു നിൽക്കുന്നുണ്ട്. രാജഗോപാൽ അകത്തേക്ക് വരാൻ കൈകാട്ടി. കിഷോർ അകത്തേക്ക് വന്നു. ഇതാരാണ്? CI ചോദിച്ചു. നെയ്ബറാണ്. ഇദ്ദേഹം എൻ്റെ കൂടെ പെരിയാർ വാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സന്ദീപിൻ്റെ കസിനും കൂടിയാണ്. ഇയാളെ പുറത്തു നിൽക്ക്, ആവശ്യം വരുമ്പോൾ വിളിക്കാം. സാബു വർഗീസ് കിഷോറിനോട് കയർത്തു. കിഷോർ ഒന്ന് സംശയിച്ചു. കിച്ചു, നീ അങ്ങോട്ടിരിക്കെ. രാജഗോപാൽ സോഫ ചൂണ്ടിക്കാട്ടി. ലക്ഷ്മി, കിഷോറിന് ചായ. അയാളുടെ പുറത്തു നിൽക്കാനാണ് ഞാൻ പറഞ്ഞത്. CI കടുപ്പിച്ചു. സാറേ, എൻ്റെ ഗസ്റ്റാ, അത് ഞാൻ നോക്കിക്കോളാം. സാറിൻ്റെ കസ്റ്റഡിയിലല്ലല്ലോ ഞാൻ. ഇത് ചോദ്യം ചെയ്യലുമല്ല, ചില വിവരങ്ങൾ അറിയാൻ വേണ്ടി എന്നല്ലേ പറഞ്ഞത്. രാജഗോപാൽ ശാന്തനായി പ്രതികരിച്ചു. ഞാൻ പുറത്തു നിന്നോളാം അങ്കിളെ, സന്തോഷം പറഞ്ഞിട്ടാണ് വന്നത്. കിഷോർ പിന്തിരിയാൻ ഭാവിച്ചു. ഇപ്പോൾ നീ ഇവിടെ നിൽക്കണം, രാജഗോപാൽ നിർദ്ദേശിച്ചു. കിഷോർ സോഫയ്ക്ക് പിന്നിലായി വന്നു നിന്നു. 22 വർഷം മുമ്പ് കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടി എന്നയാൾ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നതായിട്ട് ഇന്നത്തെ പത്രത്തിൽ അടിച്ചു വന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്. സ്റ്റേഷനിലും അങ്ങനെ ഒരു പരാതി കിട്ടിയതായിട്ട് രേഖയൊന്നുമില്ല. ഞങ്ങൾ ശേഖരൻകുട്ടിയോട് തിരക്കിയപ്പോൾ ആ പരാതിയുടെ ഫോട്ടോ കോപ്പി ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞു. ശരിയാണോ? CI ചോദിച്ചു. എനിക്കതേപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല, രാജഗോപാൽ പ്രതികരിച്ചു. അതിവിടെ ഉണ്ട് സാർ, കിഷോർ പറഞ്ഞു. ശേഖരൻകുട്ടിച്ചേട്ടൻ മാളവികയ്ക്ക് ചില ബിലോങ്സ് അല്ലിമയെ ഏൽപ്പിച്ചിരുന്നു. ആ കൂട്ടത്തിലുണ്ടാവും. അല്ലിമ സന്തുവേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾക്കറിയില്ലേ? CI രാജഗോപാലിനോട് നീരസപ്പെട്ടു. സോറി, ഞാനതൊന്നും തിരക്കിയില്ല. ആ ഫോട്ടോ കോപ്പി എനിക്കൊന്ന് കാണണം, CI ആവശ്യപ്പെട്ടു. അത് മാത്രമല്ല, നിങ്ങൾ അഡാപ്റ്റ് ചെയ്ത അല്ലിമ എന്ന സ്ത്രീയെയും കാണണം. രാജഗോപാൽ അല്ലിമയെ വിളിക്കാൻ വേണ്ടി മുറിയിലേക്ക് പോയപ്പോൾ സാബു വർഗീസ് കിഷോറിനോട് ചോദിച്ചു, താൻ ശേഖരൻകുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? അന്ന് ഞങ്ങളെല്ലാം ഒന്നിച്ചാ പോയത്. താനാണോ ആ പത്രക്കാരൻ്റെ കൂടെ പോണ്ടിച്ചേരിക്ക് പോയതാണ്? ആ, ഞാൻ തന്നെ സാറേ. ഓ, അപ്പോൾ തനിക്കും കുറേ വിവരങ്ങൾ അറിയാം. അതുകൊണ്ടല്ലേ സാറേ ഞാനിങ്ങോട്ട് വന്നത്. അല്ലിമയും കുട്ടി രാജഗോപാൽ ഹാളിലെത്തി. ഇതാണ് എൻ്റെ മോൾ അല്ലിമ, രാജഗോപാൽ പരിചയപ്പെടുത്തി. അല്ലിമ CIയുടെ നേർക്ക് കൈകൂപ്പി. CI അവളെ അടിമുടി നോക്കി. നിങ്ങളുടെ മോളല്ലെന്നാണല്ലോ ന്യൂസ് പേപ്പറിൽ. സാറേ, എനിക്കിതെൻ്റെ മൂത്ത മോള. ശരി, പരാതിയുടെ കോപ്പി കാണട്ടെ. അല്ലിമ പരാതിയുടെ ഫോട്ടോ കോപ്പി CIയുടെ നേർക്ക് നീട്ടി. ഇത് പുതിയ കോപ്പിയാണല്ലോ? അതെ, പഴയ കോപ്പിയുടെ പ്രതിയെ പ്രിൻ്റ് എടുത്തതാണ്. ഞാൻ ചോദിച്ചത് പഴയ കോപ്പിയാണ്. അത് സൂക്ഷിച്ചു വെച്ചിരിക്കുക സാറേ. കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നാൽ കൊടുക്കാൻ. കോർട്ടിൽ ഹാജരാക്കണമെങ്കിൽ പോലീസ് ചെയ്തോളൂ. സോറി സാർ, പോലീസ് 22 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനി ചെയ്യുമെന്ന് സംശയമുണ്ട്, അല്ലിമ പറഞ്ഞു. ഈ കോപ്പി വേണമെങ്കിൽ സാറിന് തരാം. അല്ലിമയെ രൂക്ഷമായെന്ന് നോക്കിയിട്ട് തട്ടിപ്പറിക്കും പോലെ ആ പരാതി പകർപ്പ് അയാൾ പിടിച്ചെടുത്തു. അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു. 22 വർഷം മുമ്പ് കാണാതായ മാളവികയുടെ മകളാണ് നീ എന്ന് ഉറപ്പുണ്ടോ നിനക്ക്? എന്തെങ്കിലും തെളിവുണ്ടോ? ഉറപ്പ് എൻ്റെ മനസ്സിലുള്ള കാര്യമല്ലേ, തെളിവൊന്നുമില്ല. നിങ്ങൾക്ക് പോണ്ടിച്ചേരിയിൽ നിന്നും കിട്ടിയ അനാഥ കുഞ്ഞാണ് അല്ലിമ എന്നല്ലേ പറഞ്ഞത്? അതെ, രാജഗോപാൽ മറുപടി പറഞ്ഞു. ഈ സ്ത്രീയെ പ്രസവിച്ചത് മാളവിക എന്ന സ്ത്രീയാണെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കൈവശം? ഒരു തെളിവുമില്ല. ഒരു പുലർച്ചയ്ക്ക് വീട്ടുവരാന്തയിൽ നിന്നും കിട്ടിയതാണ്. നിങ്ങൾ പോണ്ടിച്ചേരി പോലീസിനെ ഏൽപ്പിക്കണമായിരുന്നു. അതാ ചെയ്യേണ്ടിയിരുന്നത്. പകരം അനർഹമായി കയ്യിൽ വെച്ചു. പോണ്ടിച്ചേരിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നു. ആരെയും അറിയിക്കാതെ രഹസ്യമായി വെച്ച് വളർത്തി. ഇതെല്ലാം ക്രിമിനൽ ഒഫൻസാണ്. സാഹചര്യങ്ങളെല്ലാം ഞാൻ സാറിനോട് പറഞ്ഞു കഴിഞ്ഞു. പോണ്ടിച്ചേരിയിൽ ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കമായിരുന്നു. പോലീസിൽ അറിയിച്ചു. അവർ മൈൻഡ് ചെയ്തില്ല. കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു. കേരളത്തിലെത്തിയപ്പോൾ നിങ്ങൾക്ക് കേരള പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ കേരളത്തിലേക്കല്ല, കോയമ്പത്തൂരേക്കാണ് വന്നത്. അവിടെ പോലീസിൽ അറിയിച്ചോ? കോയമ്പത്തൂർ പോലീസിന് എന്ത് കാര്യം? പോണ്ടിച്ചേരിയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന കുഞ്ഞിൻ്റെ വിഷയത്തിൽ? രാജഗോപാൽ ചോദിച്ചു.
തെരുവിൽ നിന്നും കിട്ടിയ ഒരു കുഞ്ഞിനെ സ്വന്തം നിലയ്ക്ക് ദത്തെടുക്കുകയും പോലീസിനെയോ ശിശുക്ഷേമ വകുപ്പിനെയോ അതേപ്പറ്റി അറിയിക്കാതിരിക്കുകയും ആ കുഞ്ഞിൽ നിന്നും മറ്റു ബന്ധുമിത്രാദികളിൽ നിന്നും സത്യം മറച്ചുവെക്കുകയും ചെയ്ത കുറ്റകൃത്യം തന്നെയാണ്. CI സാബു വർഗീസ് താക്കീതിൻ്റെ സ്വരത്തിൽ പറഞ്ഞു. ആയിക്കോട്ടെ, അതിൻ്റെ പേരിൽ എന്ത് നടപടി ഉണ്ടായാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. സാറിനാണ് അധികാരമെങ്കിൽ സാറ് കേസെടുക്കണം. അതെൻ്റെ ഡ്യൂട്ടിയല്ല. ഞാൻ വന്നത് മാളവികയുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാനാണ്. അതുമായി നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് വിവരം കിട്ടിയതുകൊണ്ടാണ്. ഞങ്ങൾക്ക് അതുമായിട്ട് എന്ത് ബന്ധം? മാളവികയുമായി എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടിയെ കാണാൻ പെരിയാർ വാലിക്ക് പോയത്. അവിടെ നിന്നും ഒരു സ്യൂട്ട് കേസ് നിങ്ങൾ എടുത്തുകൊണ്ട് വന്നു എന്ന വിവരം പോലീസിന് കിട്ടി. എടുത്തുകൊണ്ട് പോകുന്നതല്ല, അവർ എനിക്ക് തന്നതാണ്, അല്ലിമ പറഞ്ഞു. അത് മാളവിക സൂക്ഷിച്ചതായിരുന്നു എന്നാണ് ശേഖരൻകുട്ടി പറഞ്ഞത്. പോലീസിനെ സംബന്ധിച്ച് അതൊരു തൊണ്ടി സാധനമാണ്. ഞങ്ങളത് കട്ടുകൊണ്ട് പോകുന്നതല്ല, അല്ലിമ ആവർത്തിച്ചു. മാളവികയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ അമ്മായി അച്ഛനും സഹോദരനും മുരിക്കാശ്ശേരി പോലീസിലൊരു പരാതി തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ SP ഓഫീസിൽ നിന്നുള്ള ഉത്തരവുണ്ട്. കേസ് അന്വേഷിക്കുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് തൊണ്ടി മുതലാണ്. ഇവിടെ അത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടു തന്നേ പറ്റൂ. അല്ലിമ അച്ഛനെ നോക്കി. രാജഗോപാൽ 2 നിമിഷം സംശയിച്ചു. അരുതെന്ന് കിഷോർ കണ്ണു കാണിച്ചു. കേസിലെ തൊണ്ടി മുതൽ കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് റൈറ്റില്ല. സാബു വർഗീസ് മുന്നറിയിപ്പ് നൽകി. മോളെ അതെടുത്തോണ്ട് വാ, രാജഗോപാൽ നിർദ്ദേശിച്ചു. അല്ലിമ മുറിയിലേക്ക് പോയി. അതിൽ പല സാധനങ്ങളുണ്ട്. ഞങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടേ വിട്ടുതരൂ. സാറ് കൈപ്പറ്റി രസീത് ഒപ്പിട്ട് തരികയും ചെയ്യണം, രാജഗോപാൽ പറഞ്ഞു. അല്ലിമ സ്യൂട്ട് കേസ് കൊണ്ടുവന്ന് ടീപ്പോയിൽ വെച്ചു. അത് തുറന്ന് വർഗീസിനെ കാണിച്ചു. മോളെ, അതിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി, രാജഗോപാൽ നിർദ്ദേശിച്ചു. ലിസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം അല്ലിമ സാധനങ്ങളെല്ലാം സ്യൂട്ട് കേസിൽ തന്നെ വെച്ചു. സാറ് ഇതെല്ലാം കൈപ്പറ്റിയതായിട്ട് ഒരു രസീത് തരണം. ഈ ലിസ്റ്റിൽ സൈൻ ചെയ്ത് തരികയും വേണം. രാജഗോപാൽ ലിസ്റ്റ് വാങ്ങി സാബു വർഗീസിന് നേരെ നീട്ടി. സീൽ ചെയ്യണ്ടേ? രസീത് വേണമെങ്കിൽ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മതി. സാബു വർഗീസ് സ്യൂട്ട് കേസ് കയ്യിലെടുത്തു. ഇത് മര്യാദയല്ല സാർ, രാജഗോപാൽ ഓർമ്മിപ്പിച്ചു. താൻ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. പുറത്ത് വീട്ടുവളപ്പിൽ ഏതോ വാഹനം വന്നു നിന്നെൻ്റെ ശബ്ദം കേട്ടു. ഡോറ് തുറക്കുന്നു, അടയ്ക്കുന്നു. കിഷോർ വാതിക്കലേക്ക് നീങ്ങി. സ്റ്റേഷനിൽ വന്നാൽ രസീത് തരും, അത്രയും പറഞ്ഞിട്ട് സാബു വർഗീസ് പിന്തിരിഞ്ഞു. സിറ്റൗട്ടിൽ ഷൂസിൻ്റെ ചലന ശബ്ദം കേൾക്കായി. അങ്കിളെ പോലീസ്, കിഷോർ പറഞ്ഞു. കുന്നത്തുനാട് CI പ്രകാശ് പോളും 2 പോലീസുകാരും വാതികൾ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെന്താ ഇടുക്കി പോലീസിൻ്റെ വണ്ടിയൊക്കെ? പ്രകാശ് വാതിലിനപ്പുറം നിന്ന് ചോദിച്ചു. മുരിക്കാശ്ശേരി സ്റ്റേഷനിൽ നിന്ന് തൊണ്ടി സാധനം എടുക്കാനും ചോദ്യം ചെയ്യാനും വന്നതാ, രാജഗോപാൽ അറിയിച്ചു. എന്ത് തൊണ്ടി സാധനം? എന്ത് ചോദ്യം ചെയ്യൽ? എന്താ പ്രശ്നം? സാർ അകത്തേക്ക് വരണം, നേരിട്ട് ചോദിക്കാമല്ലോ, രാജഗോപാൽ ക്ഷണിച്ചു. പ്രകാശ് പോൾ അകത്തേക്ക് കടന്നതും സാബു വർഗീസിനെ പരിചയപ്പെട്ടു. വിവരങ്ങൾ തിരക്കുന്നതിനിടയിൽ പരിഭവം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇടുക്കിയിലെ പോലീസ് കുന്നത്തുനാട്ടിലെ കേസന്വേഷിക്കാനും തൊണ്ടി മുതലെടുക്കാനും വരുമ്പം അറ്റ്ലീസ്റ്റ് കുന്നത്തുനാട് സ്റ്റേഷനിലൊന്ന് ഇൻഫോം ചെയ്യണ്ടേ സാറേ? ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു, സാബു വർഗീസ് പറഞ്ഞു. തൊണ്ടി സാധനങ്ങൾ ഒരു വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ രസീത് തരണ്ടേ? അതൊന്നുമില്ല. സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ സൈൻ ചെയ്തതുമില്ല, രാജഗോപാൽ ആവലാതിപ്പെട്ടു. സാറേ, രസീതായിട്ടൊന്നും വേണ്ട, ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൈപ്പറ്റിയതായിട്ട് സൈൻ ചെയ്താൽ മതി, പ്രകാശ് പോൾ പറഞ്ഞു. സാറത് ടീപ്പോയിലോട്ട് വെച്ചാട്ടെ. സാബു വർഗീസ് അനിഷ്ടം മുറ്റിയ ഒരു നോട്ടം കൊണ്ട് പ്രകാശ് പോളിനെ 2 നിമിഷം ചെറുത്തു നിന്നെങ്കിലും വഴങ്ങുകയല്ലാതെ നിവൃത്തിയില്ലാതെ. ഓരോ സാധനം എടുത്ത് അതെന്താണെന്ന് പറഞ്ഞുകൊണ്ട് ടീപ്പോയിലോട്ട് വെക്കണം ആരെങ്കിലും, പ്രകാശ് പോൾ നിർദ്ദേശിച്ചു. അല്ലിമ തന്നെ ആ ചുമതല ഏറ്റെടുത്തു. ഒരു വീഡിയോ കൂടി എടുത്തോ, പ്രകാശ് പോൾ പറഞ്ഞു. കിഷോർ ഉടൻ തന്നെ മൊബൈൽ വീഡിയോ ക്യാമറ ഓൺ ചെയ്തു. അല്ലിമ ഓരോ സാധനം എടുത്ത് ക്യാമറയ്ക്ക് നേരെ വിശദമായി കെട്ടി ഒരു ലഘു വിവരണവും നൽകി. മാളവികയുടെ ഡയറിയും മറ്റും കാണിക്കുമ്പോൾ അതിലെ പേജുകളൊന്നും നഷ്ടപ്പെട്ടില്ലെന്നും എഴുത്തുകൾ മാഞ്ഞു പോയിട്ടില്ലെന്നും കൂടി അവൾ പറഞ്ഞു. ഒടുവിൽ എല്ലാം തിരികെ സ്യൂട്ട് കേസിൽ തന്നെ അടുക്കി വെച്ചിട്ട് അത് സാബു വർഗീസിന് കൈമാറി. അല്ലിമ തയ്യാറാക്കി ലിസ്റ്റ് കണ്ട് ബോധ്യപ്പെട്ട് കൈപ്പറ്റിയതായി സമ്മതിച്ച് CI അതിൽ ഒപ്പിടുകയും ചെയ്തതോടെ കിഷോർ മൊബൈൽ വീഡിയോ ക്യാമറ ഓഫാക്കി. എന്തെങ്കിലും ആവശ്യം വന്നാൽ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും, അപ്പോൾ വരണം. ക്ഷീണം മറക്കാമെന്നോണം സാബു വർഗീസ് അല്ലിമയോടും രാജഗോപാലിനോടും പറഞ്ഞു. ഞങ്ങൾ എത്തിക്കോളാം സാർ, ഒരു മടിയുമില്ല, രാജഗോപാൽ സമ്മതിച്ചു. ഇറങ്ങട്ടെ മിസ്റ്റർ പ്രകാശ്, ചെയ്ത ഉപകാരം മറക്കില്ല,
മറക്കരുത്. പിന്നെ ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുകയൊന്നും ചെയ്യരുത്. തനിക്കത് പ്രോബ്ലം ആകുമെന്ന് മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റ് ക്ഷീണം ചെയ്യും. ഓക്കെ, താങ്ക് യു. സാബു വർഗീസ് യാത്ര പറഞ്ഞ് പോലീസ് വണ്ടിയിൽ കയറിപ്പോയി. ഞാനിവിടെ വന്നത് SP സാറ് പറഞ്ഞിട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ആരുടെയെങ്കിലും അനാവശ്യ ഇടപെടലോ ഫോണിൽ കൂടിയുള്ള ഭീഷണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. നിങ്ങളുടെ മകള് ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പാടില്ല. പുറത്തു പോകുമ്പോൾ പോലീസിനെ അറിയിക്കണം. പിന്നെ ഹൗസിംഗ് കോളനിയിൽ 2 പോലീസുകാരെ വെച്ചിട്ടുണ്ട്. എല്ലാം SP സാറിൻ്റെ ഓർഡറാണ്. പ്രകാശ് പോൾ പറഞ്ഞു. താങ്ക് യു സാർ. രാജഗോപാൽ നന്ദി അറിയിച്ചു. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞാൻ വന്ന സമയം എന്തായാലും നന്നായി. അപ്പോൾ നിങ്ങൾ ഒരു ഡിമാൻഡ് എഴുതി തരണം. മിസ് അല്ലിമ പെട്ടെന്നുണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന്. അതിനാണ് വിക്രമൻ സാർ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. മോളെ, ഇദ്ദേഹം പറയുന്ന പോലെ നീ അത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക, രാജഗോപാലൻ നിർദ്ദേശിച്ചു. അല്ലിമ സമ്മതിച്ച് തലയാട്ടി. അന്വേഷണ പരമ്പരയുടെ അവസാന ലേഖനവും പുറത്തു വന്നതോടെ കല്ലാറ്റുപടിക്കലും മങ്ങാട്ടുശ്ശേരിയിലും ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു. 2 തറവാട്ടുകളിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടുത്ത ബന്ധുക്കൾ മുതൽ നാനാദേശങ്ങളിൽ പടർന്നു പന്തലിച്ചു പോയ അകന്ന ബന്ധുക്കൾ വരെ. മല്ലിക സംശയം നിറഞ്ഞ ചോദ്യങ്ങളിൽ ഭർത്താവിനെയും മകനെയും ശ്വാസം മുട്ടിച്ചപ്പോൾ അവർ 2 പേരും കല്ലാറ്റുപടിക്കലെത്തി. ജഗന്നാഥക്കുറുപ്പനും ഹരീന്ദ്രനും അങ്കലാപ്പിലായിരുന്നു. കല്ലാറ്റുപടിക്കൽ അവരേക്കാൾ അസ്വസ്ഥരായിരുന്നു ബാലകൃഷ്ണ മേനോനും ഹേമേന്ദ്രനും. വലിയ തിരിച്ചടി വരാൻ പോവുകയാണെന്ന് ജഗന്നാഥക്കുറുപ്പ് ഭയപ്പെട്ടു. ഹേമേന്ദ്രൻ്റെ മുഖത്തിനേറ്റ പരിക്ക് ഭേദമായി വരുന്നതേയുള്ളൂ. ഇനി ഫോൺ കോളുകളും അന്വേഷണങ്ങളുമൊക്കെ 2 ദിവസത്തേക്ക് കാണും. അത് കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെ മറക്കും. അവർക്ക് പുതിയ വിഷയം കിട്ടും. ഹേമേന്ദ്രൻ എല്ലാവരെയും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയല്ലോ. മുരിക്കാശ്ശേരി പോലീസിന് SP ഓഫീസിൽ നിന്ന് പ്രഷറുണ്ട്. പീരുമേട് പോലീസിനും പെരുവന്താരം പോലീസിനും വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഹരീന്ദ്രൻ ചോദിച്ചു. അവരന്വേഷിക്കട്ടെ, നമുക്കൊന്നും അറിയില്ല. ചന്ദ്രബാബുനെ നമ്മുടെ കയ്യിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? മാളുവിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നമ്മളിവിടെ ഇരുന്ന് പറയുന്നത് പോലെയാണോ പോലീസിൻ്റെ അന്വേഷണം വരുമ്പോൾ? ജഗന്നാഥക്കുറുപ്പ് ആശങ്ക കൊണ്ടു. തെളിവെന്തെങ്കിലും ഉണ്ടോ? 22 വർഷം മുമ്പത്തെ കാര്യങ്ങൾക്ക്? ഹേമേന്ദ്രൻ ചോദിച്ചു. തെളിവുണ്ടല്ലോ. 1-ാം തരം തെളിവല്ലേ മാളുവിൻ്റെ മകളാണെന്ന് പറയുന്ന ആ പെണ്ണ്? ഹരീന്ദ്രൻ തർക്കിച്ചു. വെറുതെ പറഞ്ഞാൽ മതിയോ മാളുവിൻ്റെ മകളാണെന്ന്? എവിഡൻസ് വേണം. അവരെങ്ങനെ തെളിയിക്കും? ഹേമേന്ദ്ര, മാളുവിനെ നമ്മൾ പോണ്ടിച്ചേരി കൊണ്ടുപോയെന്നും അവൾ അവിടെ വെച്ച് പ്രസവിച്ചെന്നൊക്കെ അവർ കണ്ടുപിടിച്ചല്ലോ. മാള് പോണ്ടിച്ചേരിയിൽ വെച്ച് പ്രസവിക്കുകയോ കുഞ്ഞിനെ കളയുകയോ ചെയ്തുവെങ്കിലും നമ്മളാരും അതിന് ഉത്തരവാദികളല്ല. ചന്ദ്രബാബുവിൻ്റെ തന്തയും തള്ളയും അനിയനും അതിനുത്തരം പറഞ്ഞോളൂ. ഹേമേന്ദ്രൻ നിസാരമട്ടിൽ പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് കയറി അതൊന്നും ഏറ്റെടുക്കണ്ട. പോലീസ് ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല, അത്ര തന്നെ. ഹേമേന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. 1 മിനിറ്റ്. അയാൾ ഫോണെടുത്ത് അല്പം നടന്നു നീങ്ങി. ഹലോ സാബു സാറേ, ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ചു പോകുന്ന വഴിയാണ്. പോയിട്ടെന്താടോ? അവർ കൊണ്ടുപോയ സൂട്ട് കേസ് തിരിച്ചു കിട്ടി. പക്ഷേ അതിനകത്തുള്ള വസ്തുക്കളെല്ലാം റെക്കോർഡിലാക്കിയിട്ട് അവർ തന്നത്. തുടർന്നുള്ള വിവരങ്ങൾ ഹേമേന്ദ്രൻ മൂളിക്കെട്ടു. ആലുവ റൂറൽ SP അവർക്ക് സ്ട്രോങ് സപ്പോർട്ടാണല്ലേ? ഹേമേന്ദ്രൻ ചോദിച്ചു. എനിക്ക് മുകളിൽ നിന്ന് കർശനമായിട്ടുള്ള ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്ന്. SP-ക്കല്ലേ? താൻ കൊടുത്തോ? അതിൻ്റെ അവസാനം ഒരു വഴി എഴുതിയിട്ടേക്കണം. മാളുവിനെ അവളുടെ അച്ഛനും സഹോദരനും മറ്റും ചിലരും കൂടിയിട്ട് 22 വർഷം മുമ്പ് പെരിയാർവാരിയിലെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതായി കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടിയും ഭാര്യയും മകനും പറയുന്നുണ്ടെങ്കിലും അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റിയ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്ന്. ഓക്കെ, അങ്ങനെ ചെയ്യാം സാർ. ശരി, തൻ്റെ ട്രാൻസ്ഫർ വിഷയം എൻ്റെ മനസ്സിലുണ്ട്. താങ്ക് യു സാർ. ശരിയടോ, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്. കട്ട് ചെയ്തോ. ഹേമേന്ദ്രൻ അടുത്ത കോൾ എടുത്തു. ഹലോ, പറഞ്ഞോളൂ സാറേ. സ്റ്റേഷനിൽ നിന്നാ, ജെയിംസ് കുര്യനാ. മനസ്സിലായി, പറഞ്ഞോ. ആ പത്രക്കാരൻ സന്ദീപും ജാമ്യത്തിലിറങ്ങിയ അനുഭവവും മണിമല ടൗണിലും പരിസരങ്ങളിലും കറങ്ങുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? അവരെവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് തിരക്കിയാൽ മതി, നേരിട്ട് ഇടപെടണ്ട. അവന് മുകളിൽ നിന്ന് പോലീസ് സപ്പോർട്ടുണ്ട്. അവർ 2 പേരും കൂടെ കിഴക്കേപ്പാറ റോഡിൽ വാട്ടർ ടാങ്കിനടുത്തുള്ള കണിയാമ്പറമ്പ് ജംഗ്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ശേഖരൻകുട്ടിയുടെ അവർ താമസിച്ചിരുന്ന വീടാണ്. അനീബാബുവിന് അവിടെ ചില ആളുകളെയൊക്കെ അറിയാം. അവരുമായിട്ട് സംസാരിച്ച് ടൗണിലേക്ക് തിരിച്ചു വന്നു. പത്ര ഏജൻറ്റിലെ കടയിൽ കയറി. പിന്നെ പഴയ പാലം കടന്ന് അക്കരയ്ക്ക് പോയി. ഇപ്പോൾ അവരെവിടെയുണ്ട്? പള്ളിപ്പടി പാലത്തിനക്കരെ പുറമ്പോക്കിൽ താമസിക്കുന്ന പൊന്നൻ എന്നൊരു തെങ്ങുകയറ്റുകാരൻ്റെ വീട്ടിലുണ്ട്. മഫ്റ്റിയിലൊരു CPO ഒരു ബൈക്കിൽ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു.
പൊന്നൻ, അയാളെ ഞങ്ങൾക്കറിയാം. ഈ പ്രദേശത്തൊക്കെ തെങ്ങ് കയറിക്കൊണ്ടിരുന്ന ആളാണ്. ഇവിടെ സ്ഥിരമായിട്ട് അയാളെ തേങ്ങ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അയാൾ വയ്യാതെ പണിക്ക് പോകാറില്ലായിരുന്നല്ലോ. ഇത്രയേ അറിയൂ, കൂടുതലൊന്നും അറിയില്ല സാറേ. എന്തായാലും അവരെ വാച്ച് ചെയ്തോ, ഞാൻ പിന്നെ വിളിക്കാം. ഹേമേന്ദ്രൻ കോള് കട്ട് ചെയ്ത് നെറ്റി ചുളിച്ച് ചിന്തയിലാണ്ടു. പൊന്നൻ എന്നൊരു തവണ പിറുവിറുക്കുകയും ചെയ്തു. പൊന്നൻ ഒരുവിധം ഫിറ്റായി കഴിഞ്ഞിരുന്നു. കഥ പറയുന്നതിനിടയ്ക്ക് അനീബാബു 30-40 മില്ലി വീതം ഗ്ലാസ്സിൽ വെച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാറേ, ഇതൊക്കെയേ ഉള്ളൂ കല്ലാറ്റുപടിക്കുള്ള ചരിത്രം. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ കാണുന്നല്ലേ. ഭയങ്കര പത്രോസും കാശും അല്ലായിരുന്നു. എന്നതായിരുന്നു ഒരു കാലത്ത്. പണ്ട് ആനയുണ്ടായിരുന്നു. കാലം മാറിയപ്പോൾ ബസ്സും കാറും ലോറിയും. അന്ന് കാലത്ത് കല്ലാറ്റുപടിക്കേറി കഴിഞ്ഞേ മണിമല പണക്കാരുള്ളൂ. ഈ 76 വയസ്സിനിടയ്ക്ക് അവിടെ എത്ര പേര് ജനിച്ചു, എത്ര പേര് മരിച്ചു, എത്ര കല്യാണങ്ങൾ നടന്നു സാറേ. അവിടെ എന്തിനും പന്തലിട്ടാലും പൊന്നനും കെട്ടിയൊക്കെ ഊണുണ്ട്. മക്കൾക്ക് പൊതു കിട്ടിക്കൊണ്ടാ തിരികെ പോരണത്. എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടേ ഞങ്ങൾ കല്ലാറ്റുപടിക്കിലെ തെങ്ങേറ്റക്കര. പൊന്നൻ ഉഗ്രൻ ഫോമിലായി. പൊന്നൻ ചേട്ടൻ ഒന്നുകൂടി ആലോചിച്ച് നോക്കിക്കേ. കുപ്പി ഒരെണ്ണം കാറിലിരിപ്പുണ്ട്. അതുകൂടി തന്നിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ, അനീബാബു പറഞ്ഞു. പൊന്നൻ്റെ കണ്ണിൽ ഒരു മിന്നാമിനുങ്ങിൻ്റെ വെട്ടം തെളിഞ്ഞു. ഇനി എന്നാ പറയാനാ, എനിക്ക് ഓർമ്മയുള്ളതെല്ലാം ഞാൻ പറഞ്ഞല്ല. 3 മണിക്കൂറോളമായി പൊന്നൻ സംസാരം തുടങ്ങിയിട്ട്. അനീബാബുവും സന്ദീപും കൂടി നിർബന്ധിച്ചപ്പോൾ പൊന്നൻ വീണ്ടും ഓർമ്മകളുടെ പെരുങ്കയത്തിൽ ഒന്നുകൂടി മുങ്ങിത്തപ്പി. ഇനിയൊരു സംഭവം എന്ന് വെച്ചാൽ കല്ലാറ്റുപടിക്കിലെ ഒരു പോത്ത് കുരുങ്ങിച്ചത്തതാ. അതൊക്കെ എന്നാ പറയാനാ. പോത്തെങ്ങനെ ചത്തു? സന്ദീപ് ചോദിച്ചു. ഇടിവെട്ടിച്ചത്തെന്നാ കേട്ടത്. മണ്ണുമാന്തിയുടെ യന്ത്രം കൊണ്ടൊന്ന് കുഴിവെട്ടിയെടുത്താ വെട്ടിമൂടിയത്. എത്ര വർഷം മുമ്പാ? 10-20 കൊല്ലമായി കാണും. ആട്ടറമ്പിൽ കുഴിച്ചിട്ടെന്നാ. അതിൻ്റെ മേലെ ഒരു തൈയും വെച്ചേക്കാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ ഒരു 18-ാം മാത്തി വെച്ചു. സന്ദീപ് വർഷത്തിൻ്റെ കണക്ക് കൂട്ടി ചോദിച്ചപ്പോൾ പൊന്നൻ മനക്കണക്ക് കൂട്ടി. 22 കൊല്ലം സാറേ. അതിൻ്റെ 2 ദിവസം മുന്നേ ഇളയ മോള് കണ്ണപ്പനെ പെറ്റത്. പൊന്നൻ കണ്ണപ്പൻ്റെ പ്രായം ഓർത്തുറപ്പിച്ചു. 22 വർഷം. അധ്യായം 15. മങ്ങാട്ടുശ്ശേരിയിൽ മാളവിക കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടിയുടെ മകൻ ചന്ദ്രബാബുവിനെ പ്രണയിച്ചതും അത് പിന്നീട് കേസും കോടതി വിധിയുമായതും ശേഖരൻകുട്ടിയുടെ കുടുംബവും മാളവികയും കൂട്ടി മണിമലയിൽ നിന്നും വെറ്റുപെറുക്കി പോയതുമായ ചരിത്രങ്ങൾ പൊന്നന് മനപ്പാടമായിരുന്നു. പൊന്നൻ അതേപ്പറ്റിയെല്ലാം വിസ്തരിച്ച് പറഞ്ഞ ശേഷം കുറച്ച് മുന്നോട്ട് തലനീട്ടി രഹസ്യാത്മകമായ ഉദ്യോഗത്തോടെ ഇത്രയും കൂടി ചേർത്തു. അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ആ ചെക്കനെ അവർ കൊന്നു കളഞ്ഞേനെ സാറേ. ഓ, അങ്ങനെയൊക്കെ ചെയ്യുമോ? സന്ദീപ് ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു. എന്നതാ സാറേ ഈ പറയണത്? അവരുടെ ബസ്സിൻ്റെ കണ്ടക്ടറല്ലായിരുന്നു ആ ചെക്കൻ. മുതലാളിയുടെ മോളെ തൊഴിലാളി കൂട്ടിക്കൊണ്ടുപോയാൽ അവർക്കത് പൊറുക്കാനൊക്കെ പറ്റുമോ? പണിയില്ലാണ്ട് നടന്നവന് വേലയും കൂലിയും കൊടുത്തപ്പോൾ അവൻ ചതിയല്ലേ ചെയ്തേ. പൊന്നൻ കല്ലേറ്റ് പടിക്കൽക്കാരുടെ പക്ഷത്താണെന്ന് സന്ദീപിന് മനസ്സിലായി. അവരുടെ ചോറല്ല സാറേ നമ്മൾ തിന്നണത്, പൊന്നൻ ന്യായീകരിച്ചു. സന്ദീപ് അനുബാബുവിന് കണ്ണടച്ച് കാട്ടി. ശേഖരൻകുട്ടിയുടെ മകനാണ് തൻ്റെ മുന്നിലിരിക്കുന്നതെന്ന സംഗതി പൊന്നൻ തൽക്കാലം മദ്യലഹരിയിൽ മറന്നുപോയിരിക്കുന്നു. ഞാക്ക് പെരകെട്ടാനെ കൊണ്ട് ഈ പുറമ്പോക്ക് തന്നത് കല്ലാറ്റുപടിക്കലെ വല്യങ്കുന്ന. ഇല്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്തേനെ? ആ പെണ്ണും ചെക്കനും ശേഖരൻകുട്ടിയുടെ കുടുംബം ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാവോ? സന്ദീപ് ചോദിച്ചു. പിന്നെ അവരെയൊന്നും കണ്ടില്ല സാറേ. എവിടെയെങ്കിലും കാണുമായിരിക്കും. ഇതിനിടെ പൊന്നൻ്റെ ഭാര്യ വെള്ളച്ചി വാതിക്കൽ തലനീട്ടി. ആരാണ്ട് പെരക്ക് ചുറ്റിനും നടക്കണുണ്ടല്ലോ. ആര്? പൊന്നൻ എഴുന്നേറ്റു. അപ്പോൾ ഗ്ലാസ് മറിഞ്ഞു വീണു. സിമൻറ്റ് തറയിൽ മദ്യം ഒഴുകി. ഞങ്ങൾ നോക്കാം. സന്ദീപ് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. ആരോ ഒരാൾ ഉയർന്ന നിരപ്പിലുള്ള റോഡിലേക്ക് കയറുന്നുണ്ട്. സന്ദീപ് ഉറക്കെ ചോദിച്ചു. ആരാ അത്? മറുപടി ഉണ്ടായില്ല. റോഡിലൊരു ബൈക്ക് സ്റ്റാർട്ടായി. സന്ദീപും അനുബാബുവും റോഡിലേക്ക് കയറുമ്പോഴേക്കും ബൈക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ വെളിച്ചം പള്ളിപ്പടി പാലത്തിന് നേർക്ക് പാഞ്ഞുപോയി. ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, സന്ദീപ് പുരുവർത്തു. നമ്മളെ മണിമല വന്ന വിവരം കല്ലാറ്റുപടിക്ക് അറിയാണ്ടിരിക്കുമോ? ഹേമേന്ദ്രൻ പോലീസ് നമ്മുടെ പുറകിൽ ആളെ വിട്ട് കാണും. എവിടെയൊക്കെ പോകണോ, എന്തൊക്കെ ചെയ്യുന്നതെന്ന് തിരക്കാൻ, അനീബാബു പറഞ്ഞു. പൊന്നഞ്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇനിയൊന്നും കിട്ടാനില്ല, നമുക്ക് പോയാലോ? അനീബാബു റോഡിലേക്ക് കയറി. കാറിനരികിൽ ആരെങ്കിലും പതുങ്ങി നിൽപ്പുണ്ടോ എന്ന് നോക്കി. കുറച്ചകലെ പള്ളിപ്പടി പാലത്തിലൂടെ ചെറുവണ്ടികളുടെ ഹെഡ്ലൈറ്റുകൾ നീന്തുന്നത് കാണാം. പുഴപ്പരപ്പിൽ അതിൻ്റെ പ്രതിഫലനവും.
മൺറോഡിന് താഴെ ആറ്റിൻകരയിൽ ചെറുതോട് വന്ന് പുഴയോട് സംഗമിക്കുന്ന സമീപമാണ് പൊന്നപ്പൻ്റെ വീട്. പണ്ടുകാലത്ത് പനയോല മേഞ്ഞ വീടിൻ്റെ ആകൃതിയിൽ തന്നെ തകരപ്പാളികൾ കൊണ്ട് മേൽക്കൂര പണിഞ്ഞ ഒരു ചെറിയ വീടാണ് പൊന്നൻ്റേത്. സാറേ, ആ പോത്തിൻ്റെ കാര്യം സാറ് പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ പൊന്നൻ്റെ അടുത്ത്? ചോദിച്ചല്ലോ. ചേട്ടൻ പുകയെടുക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ എന്നാ പറഞ്ഞു? നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് അതിനെ കുഴിച്ചിട്ടത്. പൊന്നൻ ചേട്ടനും ദൃക്സാക്ഷിയാണ്. സന്ദീപ് പറഞ്ഞു. അതിലെന്തേലും കൊനഷ്ടുണ്ടോ സാറേ? ഞാൻ ആലോചിച്ചു. JCB വന്ന് കുഴിയെടുക്കുന്നു, അത് കാണാൻ ആൾക്കൂട്ടം, പിന്നെ പോത്തിൻ്റെ ശവം കൊണ്ടുവന്ന് അതിലിട്ട് മൂടുന്നു. അവിടെ പൊന്നൻ ചേട്ടൻ 18-ാം മാസത്തിൽ കായ്ക്കുന്ന തെങ്ങിൻ തൈ വെക്കുന്നു. എന്തെങ്കിലും തോന്നിയോ? 22 വർഷം മുമ്പൊന്ന് കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ എനിക്കെന്തോ നെഞ്ചിലൊരു കൊളുത്ത് വീണ പോലെ. അപ്പോൾ പ്രിയരെ, ഇന്നത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.